നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. എറണാകുളത്ത് യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഡോക്ടർക്കെതിരെ കേസ്. ആസ്റ്റർ മെഡിസിറ്റിയിലെ ഡോക്ടർ രാംകുമാറിനെതിരെ ചേരാനല്ലൂർ പോലീസ് കേസെടുത്തു. 35-കാരിയായ രോഗിയെ ചികിത്സയ്ക്കിടെ കയറി പിടിച്ചെന്നും ചുംബിക്കാൻ ശ്രമിച്ചെന്നുമാണ് പരാതി. ഇക്കഴിഞ്ഞ 10-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ആശുപത്രിക്കുള്ളിൽ വെച്ചാണോ ഈ യുവതിക്ക് നേരെ അതിക്രമം ഉണ്ടായത്? സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആശുപത്രി അധികൃതരും ഈ വിഷയത്തിൽ നൽകുന്ന വിശദീകരണം എന്താണ്? ടോം, യുവതി ഇതുമായി ബന്ധപ്പെട്ട് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലെത്തിയ സമയത്താണ് ഇങ്ങനത്തെ ഒരു അനിഷ്ട സംഭവം ഡോക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ആദ്യം ഒരു തവണ യുവതിയെ ആക്രമിക്കാൻ തുനിഞ്ഞ സമയത്ത് യുവതി ഒഴിഞ്ഞു മാറിയിരുന്നു. പിന്നീട് അവരെ വട്ടമടക്കി പിടിച്ച് ചുംബിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതി നൽകിയിരിക്കുന്നത്. ചേരാനല്ലൂർ പോലീസിനാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഈ ആശുപത്രിയിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് വിഭാഗത്തിലെ ഡോക്ടറാണ് ഡോക്ടർ പി രാംകുമാർ. എന്തായാലും ചേരാനല്ലൂർ പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ട്. 35-കാരിയായ യുവതിയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ 10-ാം തീയതിയാണ്, കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ചികിത്സ തേടി വന്ന യുവതിക്ക് നേരെയാണ് ഇത്തരത്തിൽ ഡോക്ടറുടെ ഭാഗത്തു നിന്നും മോശമായ പെരുമാറ്റമുണ്ടായത്, ആക്രമണമുണ്ടായത്. അത്തരത്തിൽ അങ്ങനെ തന്നെ പറയണം, ആക്രമണമുണ്ടായത്. അത് ചേരാനല്ലൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട് വിഷയത്തിൽ. അതേസമയം ആശുപത്രി അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ സ്വന്തം തീരുമാനപ്രകാരം തന്നെ എൻക്വയറിയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ നിന്ന് മാറി നിൽക്കുകയാണ് എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യത്തിലും പൂർണ്ണമായും ആശുപത്രി സഹകരിക്കുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അങ്ങേയറ്റം നിരാശാജനകമായ ഒരു സാഹചര്യമായി പോയി. കാരണം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിലൊക്കെ എത്തുന്നത് തീവ്രമായ രോഗസാധ്യതയുള്ള ആളുകളാണ്. അവർ ചികിത്സ തേടി എത്തുമ്പോൾ അത്തരത്തിൽ ആശ്വാസമാകേണ്ടുന്ന ഒരു ഡോക്ടറുടെ ഭാഗത്തു നിന്നുമാണ്. ഇദ്ദേഹം ഈ വിഭാഗത്തിൽ അത്യാവശ്യം മിടുക്കനായ അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു ഡോക്ടർ കൂടിയാണ്. അത്തരത്തിലുള്ള ഡോക്ടറുടെ കൺസൾട്ടിങ്ങിന് വരുമ്പോൾ രോഗി അതിൻ്റെതായ ഒരു കംഫർട്ട് സോൺ പ്രതീക്ഷിക്കുന്നുണ്ടാവാം. അതല്ലെങ്കിൽ അത്തരത്തിലൊരു കംഫർട്ട് സോൺ നൽകേണ്ടുന്ന ആളുടെ ഭാഗത്തു നിന്നുമാണ് ഇങ്ങേയറ്റം മോശമായിട്ടുള്ള ഒരു പെരുമാറ്റം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമാണ്. എന്തായാലും ചേരാനല്ലൂർ പോലീസ് വിഷയവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുണ്ട്. 10-ാം തീയതിയാണ് നടന്നിട്ടുള്ളത്. ഇത് കഴിഞ്ഞ 10-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഉടൻ തന്നെ ഈ രോഗിയായിട്ടുള്ള യുവതി ആശുപത്രി അധികൃതരെ വിവരം അറിയിച്ചിരുന്നു, അതോ നേരിട്ട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു? സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടല്ലോ. ഈ ഡോക്ടർ എവിടെ ഉണ്ട് എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും സൂചന പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? അറസ്റ്റിലേക്ക് ഉടൻ തന്നെ പോലീസ് നീങ്ങുമോ? ആശുപത്രി അധികൃതരെ വിവരം അറിയിച്ചു എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് ആശുപത്രി അധികൃതരുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അതേ തുടർന്ന് യുവതി പരാതിയുമായി മുന്നോട്ട് പോവുകയാണ് എന്നറിയിച്ചിരുന്നുവെന്നും ഇവർ വ്യക്തമാക്കുന്നുണ്ട്. ഏത് നിലപാടാണ് അവർ എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്നിരുന്നാൽ പോലും നമ്മൾ സംസാരിച്ച സമയത്ത് നമ്മളോട് അവർ വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള, അതായത് ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യത്തിലും പൂർണ്ണമായും ആശുപത്രി സഹകരിക്കുമെന്ന് തന്നെയാണ്. അതിലെ പോലീസ് എന്ത് തരം അന്വേഷണമാണോ എൻക്വയറി ആണോ വെക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായ സഹകരണം ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് ആശുപത്രി അധികൃതർ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഡോക്ടർ ഇപ്പോൾ സ്വമേധയാ മാറി നിൽക്കുകയാണത്. ആശുപത്രി നടപടിയുടെ ഭാഗമായി മാറി നിൽക്കുന്നതല്ല. ഒരുപക്ഷെ മാറി നിന്നില്ലായിരുന്നെങ്കിൽ ആശുപത്രി അധികൃതർ അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുമായിരുന്നു എന്നവർ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ കേസ് വന്ന സാഹചര്യത്തിൽ ഡോക്ടർ രാംകുമാർ അവിടെ നിന്നും ആശുപത്രിയിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അത് ലൈംഗിക അതിക്രമ കേസാണ്, പീഡന പരാതിയാണ് ചേരാനല്ലൂർ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഡോക്ടർക്കെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടാകാനാണ് സാധ്യത. അറസ്റ്റ് പോലെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഡോക്ടർ എവിടെയെന്ന് ഈ പോലീസ് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ഡോക്ടറെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയോ അതല്ലെങ്കിൽ മറ്റ് തുടർ നടപടികളോ ഒന്നും ഇതുവരെ ആയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ആശുപത്രി അധികൃതർ നൽകുന്ന സൂചന ഒരുപക്ഷെ ഇയാൾ ഈ ഡോക്ടർ രാംകുമാർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കാനുള്ള സാധ്യത ഉണ്ടാകാം. അത്തരം നീക്കങ്ങൾ നടത്തുന്നുണ്ടോ? മാത്രമല്ല ഇതിനു മുൻപ് ഈ ഡോക്ടർക്കെതിരെ ഇതുപോലുള്ള ഏതെങ്കിലും പരാതികൾ ഉയർന്നിട്ടുള്ളതാണോ?
ഇപ്പോൾ ഈ ഡോക്ടർക്കെതിരെ ഇത്തരം പരാതികൾ ഉയർന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നോ ആശുപത്രി അധികൃതരോട് സംസാരിച്ചതെന്നോ വ്യക്തമായിട്ടില്ല. പക്ഷേ ടോം സൂചിപ്പിച്ചതുപോലെ ഡോക്ടർ രാംകുമാർ ഒളിവിലാണ് എന്നുള്ളൊരു സൂചകങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം രാംകുമാറിനെ ഇതുവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് ചേരാനല്ലൂർ പോലീസ് വ്യക്തമാക്കുന്നത്. അതേസമയം ഈ കേസ് രജിസ്റ്റർ ചെയ്ത്, അതായത് മിനിയാന്നാണ് ഇതുമായി ബന്ധപ്പെട്ട സംഭവം ഉണ്ടാകുന്നത്. ആ കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ തന്നെ താൻ ഈ ആശുപത്രിയുമായുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്ന് ഡോക്ടർ സ്വമേധയാ തീരുമാനമെടുക്കുകയായിരുന്നു എന്നാണ് ആശുപത്രി അധികൃതരും വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഡോക്ടർ ഒളിവിലാണ് എന്നുള്ള സൂചകങ്ങളാണ് പോലീസിന്റെ ഭാഗത്തുനിന്നായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ മുൻകൂർ ജാമ്യാപേക്ഷയുമായുള്ള അല്ലെങ്കിൽ തുടർ നടപടികളുമായി ബന്ധപ്പെട്ട ഡോക്ടറുടെ ഭാഗത്തുനിന്നും നീക്കമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും പി രാംകുമാർ എന്ന് പറയുന്ന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ വിഭാഗത്തിലെ ഡോക്ടറാണ് ഈ യുവതിയോട് 35 വയസ്സുള്ള യുവതിയോട് അപമര്യാദയെ പെരുമാറിയത്. അതേ തുടർന്ന്, അതായത് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച യുവതിയാണ്. അതേസമയം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ട് പോലും അതിനനുവദിക്കാതെ അവരെ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ചെന്നെത്തുകയായിരുന്നു കാര്യങ്ങൾ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് കേട്ടോ. യെസ്, വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളത്തെ പ്രമുഖ ആശുപത്രിയിലെ ഡോക്ടർക്കെതിരെയാണ് ലൈംഗിക പീഡന പരാതി ഉയർന്നു വന്നതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. 35-കാരിയായ രോഗിയെ ചികിത്സയ്ക്ക് എത്തിയപ്പോൾ കയറി പിടിച്ചെന്നും ചുംബിച്ചെന്നുമാണ് ഈ ഡോക്ടർക്കെതിരെയുള്ള പരാതി. പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഡോക്ടർ ഒളിവിൽ പോയിരിക്കുകയാണ്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് ഓട്ടോ ഡ്രൈവറെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ കാണാമറയത്ത്. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. മുഹമ്മദ് ഷെരീഫിന്റെ കഴുത്തിനും തലയുടെ പിൻഭാഗത്തും ആഴത്തിലുള്ള വെട്ടേറ്റതാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. കൊലപാതകത്തെക്കുറിച്ച് കർണാടക പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് KV ബൈജു ചേരുന്നു. ബൈജു, ഈ സംഭവം, ഈ കൊലപാതകം നടന്ന് 2 രാത്രിയും 1 പകലും പിന്നിടുന്നു. പക്ഷെ ഇതുവരെയും ഈ പ്രതികളെക്കുറിച്ച് യാതൊരു സൂചനയുമില്ല. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വിവരം, മംഗളൂരു കേന്ദ്രീകരിച്ചുള്ള ഒരു 3-അംഗ സംഘം, അതും ഈ ചൂതാട്ട കേന്ദ്രത്തിലെത്തിയ 3-അംഗ സംഘത്തിലേക്കാണ് അന്വേഷണം നീങ്ങുന്നതെന്നാണ്. എന്തെങ്കിലും സൂചനകൾ, എന്തെങ്കിലും വിവരങ്ങൾ ഈ പ്രതികളെക്കുറിച്ച് പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? ടോമെ, ഈ 3 പേരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഇതുവരെയായും ഇവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് മാത്രമല്ല, ഈ മംഗളൂരു മുതൽ ഈ മഞ്ചേശ്വരം വരെയുള്ള മുഴുവൻ CCTV ക്യാമറകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ പ്രതികൾ ഇപ്പോഴും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ കാണാമറയത്ത് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഈ 3 പേരെ കണ്ടെത്തിയാൽ മാത്രമേ ഇതിൽ ഇനി അന്വേഷണം മുന്നോട്ട് പോകൂ എന്ന ഒരു അവസ്ഥയും ഇപ്പോൾ നിലവിലുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് കേരള പോലീസിനൊപ്പം കർണാടക പോലീസും സംയുക്തമായാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. പ്രധാനമായും ഈ മുഹമ്മദ് ഷെരീഫിന്റെ താമസം മംഗളൂരുവിലാണ്. അതുമാത്രമല്ല, മുഹമ്മദ് ഷെരീഫിനെ കാണാനില്ല എന്ന് കാട്ടി ഇയാളുടെ ഭാര്യ നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നു. കൊലപാതകം നടന്നത് കേരളത്തിലായതുകൊണ്ട് തന്നെ കേരള പോലീസും ഒപ്പം കർണാടക പോലീസും സംയുക്തമായാണ് ഇത്തരത്തിൽ ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നതിൽ തലയ്ക്കേറ്റ ആഴത്തിലുള്ള മുറിവ്, അതാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും ബുധനാഴ്ചയോടുകൂടി തന്നെ ഈ കൊലപാതകം നടന്നതായും ഈ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. വ്യാഴാഴ്ചയാണ് ഇത്തരത്തിൽ ഒരു ഓട്ടോറിക്ഷ ചെരിഞ്ഞ നിലയിൽ ശ്രദ്ധയിൽപ്പെടുന്നതും പിന്നീട് ഈ പൊട്ടക്കിണറ്റിൽ ഇയാളുടെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. മൃതദേഹം പുറത്തെടുത്തപ്പോഴാണ് വലിയ തോതിൽ മുറിവുകളും ഒക്കെ ഇതിൽ കണ്ടത്. ഏതായാലും ഈ പ്രദേശത്ത് ചൂതാട്ട സംഘങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം, പ്രധാനമായും ഈ പ്രദേശം വലിയ ചൂതാട്ട കേന്ദ്രങ്ങളൊക്കെ നടക്കുന്ന പ്രദേശമാണ്. അവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നൊക്കെ നാട്ടുകാരൊക്കെ ആവശ്യമുന്നയിക്കുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ചൂതാട്ട സംഘങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. എന്തായാലും ഈ പ്രതികളെ കുറിച്ചുള്ള ഈ 3 പേരെ, ഈ ഓട്ടോറിക്ഷയിൽ മംഗലാപുരത്ത് നിന്നും വാടക വിളിച്ച 3 പേരെ ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത പോലീസിന് വരൂ. ഈ കൊലപാതകം, അത് എന്തിനാണ് ഈ കൊലപാതകം നടത്തിയെന്ന കാര്യത്തിലും ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഈ വാടക വിളിച്ച് ഇവിടെ കൊണ്ടുവരികയും പിന്നീട് ഇത്തരത്തിൽ കൊല്ലപ്പെട്ട നിലയിൽ കാണുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് എന്താണ് ഇത് സംഭവിച്ചതെന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരണമെങ്കിൽ ഈ 3 പേരെ തിരിച്ചറിയേണ്ടതുണ്ട്. അത് ഓട്ടോറിക്ഷ സഹപ്രവർത്തകർ തന്നെയാണ്. മംഗളൂരിൽ നിന്നും ഇയാളുടെ വാടക ഇത്തരത്തിൽ രാത്രി 10 മണിയോടുകൂടി 3 പേർ യാത്ര ചെയ്തു എന്ന കാര്യം പറഞ്ഞത്. അവരെ കേന്ദ്രീകരിച്ച് അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. മരിച്ച മുഹമ്മദ് ഷെരീഫും
ഈ കൊലയാളി സംഘത്തിൽപ്പെട്ടവരും മംഗളൂരു സ്വദേശികളാണ്. അതുകൊണ്ട് തന്നെയാണോ കർണാടക പോലീസ് ഈ കേസിന്റെ അന്വേഷണം കർണാടക പോലീസും ആരംഭിച്ചിരിക്കുന്നത്? ഏതെങ്കിലും രീതിയിലുള്ള സൂചന കർണാടക പോലീസിന് ലഭിച്ചിട്ടുണ്ട്? കാരണം ഇതാരാണ് ഈ മംഗളൂരിൽ നിന്നും ഈ ഓട്ടോറിക്ഷ ഇവിടെ വാടകയ്ക്ക് വിളിച്ചുകൊണ്ട് വന്നത്, അത് CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാൽ മനസ്സിലാകുമല്ലോ. ആ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങുന്നുണ്ടോ കർണാടക പോലീസും? അതോടൊപ്പം തന്നെ ഈ കാസർഗോഡ് പോലീസും സംയുക്തമായിട്ടാണോ അന്വേഷണം നടത്തുന്നത്? ബൈജു, ടോമെ, ഈ കൊല്ലപ്പെട്ട ആൾ മുഹമ്മദ് ഷെരീഫ് കർണാടക സ്വദേശിയാണ്, മംഗളൂരു സ്വദേശിയാണ്. അതേസമയം ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് കാസർഗോഡ് സ്വദേശികളാണെന്ന ഒരു നിഗമനമാണ് പോലീസ് പങ്കുവെക്കുന്നത്. പ്രധാനമായും ഈ സ്ഥലം ഇവിടെ ഈ കുഞ്ചത്തൂറും പരിസര പ്രദേശങ്ങളിലുമൊക്കെയുള്ള ആളുകൾ കൃത്യമായി ആ സ്ഥലവുമായി നല്ല ധാരണയുള്ളവരായിരിക്കാം ഈ കൊലപാതകം നടത്തിയെന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. കാരണം ഇവർ വാടകയ്ക്ക് ഇത്തരത്തിൽ മംഗളൂരിൽ നിന്നും ഒരുപക്ഷെ ഓട്ടോ വിളിച്ച് ഇവരുടെ നാട്ടിലേക്ക് എത്തിയതായിരിക്കും. ആ സമയത്ത് എന്തെങ്കിലും തർക്കം ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ, അതല്ല മറ്റെന്തെങ്കിലും വിഷയം ഉണ്ടായിട്ടുണ്ടോ, ഇതൊക്കെ ഏതായാലും ഇവരുടെ കസ്റ്റഡിയിലെടുത്താൽ മാത്രമേ, ഈ പ്രതികളെ കണ്ടെത്തിയാൽ മാത്രമേ അതുകുറിച്ചുള്ള വ്യക്തത ഉണ്ടാകൂ. എന്തായാലും ഈ പ്രദേശം, അതായത് കേരളത്തിലുള്ള ആളുകൾ തന്നെയാണ് ഈ കൊലപാതകം നടത്തിയെന്ന ഒരു പ്രാഥമിക നിഗമനമാണ് പോലീസ് പങ്കുവെക്കുന്നത്. എന്നാലും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ചൂതാട്ട സംഘങ്ങളുടെ ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. രാവിലെന്നോ പകലെന്നോ ഇല്ലാതെ വലിയ തോതിൽ ഇത്തരത്തിൽ ചൂതാട്ടം നടക്കുന്ന ഒരു കേന്ദ്രമാണ്. പ്രത്യേകിച്ച് കർണാടകയോട് അതിർത്തി പങ്കിടുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ പോലീസിന് ഏതെങ്കിലും തരത്തിൽ ഇവരെ പിടികൂടാനൊക്കെ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ പോലീസ് എത്തുമ്പോൾ ഇവർ കർണാടക അതിർത്തിയിലേക്ക് കടക്കും. അങ്ങനെ ഇവരെ പിടികൂടാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഒരു പക്ഷേ ഈ ചൂതാട്ട സംഘങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന അന്വേഷണത്തിൽ തന്നെ വളരെ പെട്ടെന്ന് പ്രതികളിലേക്ക് എത്താൻ സാധിക്കും. അതിനിടയിലാണ് ഈ ഓട്ടോറിക്ഷയിൽ കയറിയ ഈ 3 പേരുടെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുന്നത്. ഇത് വിശദമായി പരിശോധന നടത്തുന്നുണ്ട്. മംഗളൂരു മുതൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മഞ്ചേശ്വരം കുഞ്ചത്തൂർ വരെയുള്ള മുഴുവൻ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന ഈ അന്വേഷണത്തിൽ എന്തായാലും നിർണായകമായ തെളിവുകൾ കിട്ടുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ കൊലപാതകത്തിന് കാരണം വ്യക്തമല്ല. പക്ഷേ അതേസമയം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തലക്കേറ്റ ആഴത്തിലുള്ള മുറിവ്, അതുപോലെ തന്നെ കൈക്കേറ്റ ഈ മുറിവും അതാണ് ഈ മരണകാരണം എന്നാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും ബന്ധുക്കളുടെ പരാതി നേരത്തെ കർണാടക പോലീസിൽ ഇയാളെ കാണാനില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഉണ്ടായിരുന്നു. അതുകൂടാതെ ഈ കൊലപാതകം നടന്നത് കേരളത്തിലായതുകൊണ്ട് തന്നെ സംയുക്തമായി കേരള കർണാടക പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് ഒരു പെട്ടെന്നുള്ള പ്രകോപനത്തെ തുടർന്ന് നടത്തിയ കൊലപാതകം, അതല്ലെങ്കിൽ ആസൂത്രിതമായി മംഗളൂരിൽ നിന്നും മഞ്ചേശ്വരത്ത് എത്തിച്ച് ഇവിടെ കൊല നടത്തി മൃതദേഹം ഈ കിണറ്റിൽ തള്ളിയ ശേഷം ഈ പ്രതികൾ കടന്നു കളഞ്ഞു, അത്തരമൊരു നിഗമനമാണോ പോലീസിനുള്ളത്? അതോ പെട്ടെന്നുള്ള ഒരു പ്രകോപനമായിരിക്കുമോ കൊലപാതകത്തിലേക്ക് നയിച്ചത്? ടോമെ, ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ മുൻവൈരാഗ്യം ഉള്ളതായി ഇവർക്ക് പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അത്തരത്തിലൊന്നും അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ പെട്ടെന്നുണ്ടായ എന്തെങ്കിലും പ്രകോപനമായിരിക്കാം ഈ കൊലപാതകത്തിലേക്ക് കലാശിയെന്നാണ് പോലീസിന്റെ നിഗമനം. കൊലപാതകം നടത്തിയതിനു ശേഷം ഇയാളെ കിണറ്റിലേക്ക് കൊണ്ടിടുന്ന ഒരു ആൾമറയില്ലാത്ത പൊട്ടക്കിണറാണ്. ആ പൊട്ടക്കിണറിലേക്ക് കൊണ്ടിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായതെന്ന ഒരു നിഗമനമാണ് പോലീസ് പങ്കുവെക്കുന്നത്. നേരത്തെ ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും ഈ പ്രദേശത്തുള്ളവർക്കോ ഏതെങ്കിലും മുൻവൈരാഗ്യം ഉണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ അത്തരത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാൾ പ്രത്യേകിച്ച് മംഗലാപുരം സ്വദേശിയാണ്. മംഗലാപുരത്ത് ഓട്ടോ ഓടിക്കുന്ന ആളാണ്. 10 മണിയോടുകൂടി തന്നെ വീട്ടിലേക്കൊക്കെ തിരിച്ച് കൃത്യമായി എത്തുന്ന ആളെന്നാണ് ഇവരുടെ കുടുംബം പറഞ്ഞത്. 10 മണിക്ക് ശേഷവും കാണാത്തത് കൊണ്ടാണ് ഈ കുടുംബം പരാതി നൽകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായത്. എന്തായാലും ഇവർ തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. അതിന് ഈ പ്രതികളിലേക്ക് എത്തണം. ആരാണ് ഈ ഓട്ടോയിൽ സഞ്ചരിച്ചത്, പ്രധാനമായി ആ ആൾക്കാരെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോഴും അന്വേഷണം പുരോഗമിക്കുന്നത്. ആ 3 പേരെ തിരിച്ചറിഞ്ഞാൽ കൃത്യമായ പോലീസിന് ഇതിന്റെ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധിക്കും. എന്തായാലും കർണാടക പോലീസും കേരള പോലീസും സംയുക്തമായി കൃത്യമായ ശക്തമായ ഊർജിതമായ ഒരു അന്വേഷണം തന്നെയാണ് ഇക്കാര്യത്തിൽ നടക്കുന്നത്. അവരെ കണ്ടെത്താനുള്ള ശ്രമം, അത് CCTV കേന്ദ്രീകരിച്ച് നടത്തുന്ന പരിശോധനയിലും അത്തരം ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ടോം, ബൈജു, ഇതോടൊപ്പം നമ്മൾ ഇന്നലെ ഈ വിഷയത്തിൽ പോലീസിനൊരു സംശയത്തെക്കുറിച്ച് പോലീസ് പറഞ്ഞിരുന്നു. ഈ മഞ്ചേശ്വരം കേന്ദ്രീകരിച്ച് നിരവധി ചൂതാട്ട കേന്ദ്രങ്ങളുണ്ട്, ഇതൊക്കെ അനധികൃതമായി പ്രവർത്തിക്കുന്നതാണ്. അതിലേക്ക് പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നുണ്ടോ? അവിടെ ഉണ്ടായ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കങ്ങളോ മറ്റേതെങ്കിലും പ്രശ്നങ്ങളോ ആയിരിക്കുമോ കൊലപാതകത്തിലേക്ക് നയിച്ചത്? ഈ ചൂതാട്ട കേന്ദ്രങ്ങളിലെ പങ്ക്, ഈ കൊലപാതകത്തിൽ അവരുടെ ഈ ചൂതാട്ട കേന്ദ്രത്തിന് ഏതെങ്കിലും പങ്കുണ്ട് എന്ന് പോലീസ് സംശയിക്കുന്നുണ്ടോ?
ടോമെ, പ്രധാനമായും ഈ കർണാടക അതിർത്തിയോട് ചേർന്ന് വലിയ തോതിൽ ക്രിമിനൽ പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. മണൽ മാഫിയ സംഘങ്ങൾ, ഒപ്പം നിരവധി കൊട്ടേഷൻ സംഘങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് വലിയ തോതിൽ കൊലപാതകങ്ങളൊക്കെ നടത്തുകയും പിന്നീട് അവർ കർണാടകയിലേക്ക് രക്ഷപ്പെടുന്ന ഒക്കെ സാഹചര്യം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ സമീപ ദിവസങ്ങളിലാണ് തോക്ക് ചൂണ്ടി 10 കോടിയോളം രൂപ ബാങ്കിൽ, അത് പട്ടാപ്പകൽ കവർച്ച നടത്തിയത്. ഇത്തരത്തിൽ വലിയ തോതിൽ ക്രിമിനൽ സംഘങ്ങൾ തമ്പടിച്ച് നിൽക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് ഈ അതിർത്തി. പ്രത്യേകിച്ച് കുഞ്ചത്തൂർ, ഈ പ്രദേശങ്ങളിലൊക്കെ നിരവധി സംഭവങ്ങളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ചൂതാട്ട കേന്ദ്രം എന്ന് പറഞ്ഞാൽ സാധാരണ ചൂതാട്ട കേന്ദ്രമല്ല, വലിയ ചൂതാട്ട കേന്ദ്രമാണ്. കർണാടകത്തിൽ നിന്നൊക്കെ വലിയ തോതിൽ ആളുകൾ ഇവിടെ എത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ചൂതാട്ട കേന്ദ്രങ്ങളെ ഉള്ള ഈ ആളുകളെ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്തണമെന്ന ആവശ്യവും ഉയരുന്നത്. ഏതായാലും പോലീസ് അത്തരം നടപടികളിലേക്കും ഇപ്പോൾ കടന്നിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും ഈ ഓട്ടോയിൽ സഞ്ചരിച്ച ആളുകളെ കണ്ടെത്തിയാൽ ഈ പോലീസിന് ഇതിന് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. അത്തരത്തിലുള്ള അന്വേഷണം തന്നെയാണ് നടക്കുന്നത്. പ്രത്യേക സംഘങ്ങളെ രൂപീകരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ നടത്തുന്നുണ്ട്. ഏതായാലും പോലീസ് വളരെ ഗൗരവമായി തന്നെയാണ് ഈ കാര്യം കണക്കിലെടുത്തിട്ടുള്ളത്. കാരണം കർണാടകയിൽ നിന്നും ഒരു ആൾ കേരളത്തിലേക്ക് എത്തി ഇത്തരത്തിൽ കൊലപാതകം നടത്തിയതുകൊണ്ട് തന്നെ കർണാടകയിലും വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഓട്ടോ ഡ്രൈവർമാരുടെ ഇടയിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. തങ്ങൾക്ക് എങ്ങനെയാണ് സുരക്ഷിതമായി ഇത്തരത്തിൽ ഓട്ടം നടത്താൻ കഴിയുക എന്നൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് ചോദ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കർണാടക പോലീസും ഈ കാര്യത്തിൽ വലിയ തോതിലുള്ള അന്വേഷണവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. എന്തായാലും ഈ പ്രതികളിലേക്ക് എത്താനുള്ള കൃത്യമായ അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ ഭാഗങ്ങളിൽ മാഫിയ സംഘങ്ങളെ അവരെ കേന്ദ്രീകരിച്ചുള്ള ഈ പ്രത്യേകിച്ച് ചൂതാട്ട സംഘങ്ങളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ഊർജിതമായി നടക്കുന്നത്. ടോം, വ്യക്തമാണ്. KV ബൈജു ആണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. കർണാടകയോട് അതിർത്തി പങ്കിടുന്ന പ്രദേശത്തായിരുന്നു ഈ നിഷ്ഠൂരമായ കൊലപാതകം. സംഭവത്തിൽ മംഗളൂരു സ്വദേശികളായ 3 അംഗ സംഘത്തെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണവും. കൊച്ചിയിൽ അഭിഭാഷകരും മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥികളും തമ്മിലുള്ള സംഘർഷത്തിൽ 4 കേസുകൾ രജിസ്റ്റർ ചെയ്ത് പോലീസ്. അഭിഭാഷകരെയും വിദ്യാർത്ഥികളെയും പ്രതികളാക്കിയാണ് കേസ്. പോലീസിനെ ആക്രമിച്ചെന്ന പരാതിയിലും കേസെടുത്തിട്ടുണ്ട്. ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, കഴിഞ്ഞ രാത്രിയിലും ഇന്നലെ പകലുമായി കൊച്ചി നഗരം ഒരു തെരുവ് യുദ്ധത്തിന് സമാനമായ കാഴ്ചകളാണ് അരങ്ങേറിയത്. പക്ഷെ ഇന്ന് 2ാം ശനിയാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ കോടതിയുമില്ല, കോളേജും പ്രവർത്തിക്കുന്നില്ല. ഇനി തിങ്കളാഴ്ച ഒരുപക്ഷെ ഇനി കോളേജിലേക്ക് വിദ്യാർത്ഥികൾ എത്തുന്നു, കോടതിയിലേക്ക് അഭിഭാഷകർ എത്തുന്നു. വീണ്ടും സംഘർഷത്തിന് സാധ്യതയുണ്ട്. പോലീസ് 4 കേസുകൾ രജിസ്റ്റർ ചെയ്തെങ്കിലും ഇതുവരെയും ഒരാളെ പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല. അതായത് ഈ കേസ് ഒത്തുതീർപ്പാക്കാനോ അല്ലെങ്കിൽ അട്ടിമറിക്കാനോ ഏതെങ്കിലും ഇതിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ ഡാനി? ടോം, നിലവിലെ അവസ്ഥയിൽ ഒരു മധ്യസ്ഥ ചർച്ചകളിലേക്ക് എവിടെയും നീങ്ങിയിട്ടില്ല. പക്ഷെ ഒരു സജീവ സാധ്യത അതിന് തന്നെയാണ് നിലവിലുള്ളത് എന്നത് തന്നെയാണ്. കാരണം ആ രീതിയിൽ മാത്രം ഇതൊരു പരിഹരിക്കപ്പെടാനുള്ളൊരു സാധ്യതയുള്ളൂ. നിലവിൽ ഇന്ന് അവധി ആയതുകൊണ്ട് മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായില്ല. ഈ സംഘർഷത്തിനും ഇന്ന് അവധി എന്ന് പറയേണ്ടി വരും. കാരണം ഇന്നലെ അതുപോലെ തന്നെയായിരുന്നു ഇതിൻ്റെ ഒരു വിഷയങ്ങൾ. രാവിലെ മുതൽ തന്നെ ഈ വിഷയങ്ങൾ പതുക്കെ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉരുണ്ടുകൂടിയിരുന്നു. ഉച്ചയോടുകൂടി ആയപ്പോഴേക്കും അത് പ്രതിഷേധ പ്രകടനങ്ങളിലേക്ക് അഭിഭാഷകർ മാറുന്നു. പിന്നെ അതിനുശേഷം കോളേജ് വളപ്പിനകത്തേക്ക് അഭിഭാഷകർ കുപ്പി എറിയുന്ന ദൃശ്യങ്ങൾ സഹിതം പുറത്തു വരികയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് പരസ്പരം വഴിചാരുകയും പരാതി കൊടുക്കുകയുമായിരുന്നു പിന്നീടുള്ള പതിവ് രീതിയിലേക്ക് പോയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതൊന്ന് ഈ സ്ഥലത്ത് അതിക്രമിച്ച് കയറി ബഹളമുണ്ടാക്കി, അതായത് അഭിഭാഷകരെ പൊതുപരിപാടിയിൽ ബഹളമുണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അഭിഭാഷകർ നൽകിയ കേസ്. 10 പേർക്കെതിരെയാണ് പോലീസ് അതിലെ കേസെടുത്തിട്ടുള്ളത്. വിദ്യാർത്ഥികൾ, മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥികളാണ്, SFI പ്രവർത്തകരാണ്. അതോടൊപ്പം തന്നെ ഇവർ നൽകിയിരിക്കുന്ന മറ്റൊരു പരാതി എന്ന് പറയുന്നത്, അഭിഭാഷകർ നൽകിയിരിക്കുന്ന ഒരു പരാതി എന്ന് പറയുന്നത്, ഈ അഭിഭാഷകരുടെ പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെ തന്നെയാണ് വിദ്യാർത്ഥികൾ പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയിൽ തങ്ങളെ മർദ്ദിച്ചതായി ചൂണ്ടിക്കാണിച്ചാണ് വിദ്യാർത്ഥികൾ പരാതി നൽകിയിട്ടുള്ളത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ 10 അഭിഭാഷകർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. ഒപ്പം ഈ സ്ഥലത്തെത്തിയ പോലീസിന് നേരെയും അതിക്രമമുണ്ടായി. 2 പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഡ്രൈവർക്ക് തലയ്ക്ക് പരിക്ക് പറ്റി. പോലീസിനെ ആക്രമിച്ചെന്ന പരാതിയിൽ 10ഓളം കണ്ടാലറിയാവുന്ന 10ഓളം പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതിൽ വിദ്യാർത്ഥികൾ, അഭിഭാഷകരൊക്കെ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പരാതി വന്നത്
പ്രിൻസിപ്പലിന്റെ പരാതിയാണ്. അത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ഈ പ്രതിഷേധ പ്രകടനങ്ങൾ അഭിഭാഷകരുടെ ഭാഗത്തു നിന്നുണ്ടായതിനു ശേഷം ചില ദൃശ്യങ്ങൾ പുറത്തു വന്നത് അതിനകത്തേക്ക് ക്യാമ്പസിനകത്തേക്ക് ക്ലാസ് റൂമുകളെ ലക്ഷ്യമിട്ടുകൊണ്ട് അവിടെ നിന്ന് കുപ്പിയും അതോടൊപ്പം തന്നെ കല്ലും വലിച്ചെറിഞ്ഞാണ് ആ ദൃശ്യങ്ങൾ സഹിതം വന്നിരുന്നു. ആ ദൃശ്യങ്ങൾ സഹിതമാണ് കോളേജ് പ്രിൻസിപ്പൽ പരാതി സെൻട്രൽ സ്റ്റേഷനിൽ നൽകിയിട്ടുണ്ട്. അങ്ങനെ 4 വ്യത്യസ്ത കേസുകളിലായിട്ട് കുറച്ചു പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും മറ്റൊരു നടപടികളിലേക്ക് പോലീസ് നീങ്ങിയിട്ടില്ല. ഒരു അറസ്റ്റിലേക്കോ കാര്യങ്ങളിലേക്കോ ഒന്നും തന്നെ പോലീസ് എത്തിയിട്ടില്ല എന്നതാണ്. കാരണം ജനറൽ ബോഡി യോഗം ഇതുവരെയും ഇത്രയും ഗുരുതരമായിട്ടുള്ളൊരു ആക്ഷേപം അഭിഭാഷകർക്കെതിരെ ഉയർന്നു വന്നതാണ്. അതിന്റെ ദൃശ്യങ്ങളുണ്ട്. മദ്യക്കുപ്പികൾ ആണ് ഈ മഹാരാജാസ് കോളേജ് ക്യാമ്പസിലേക്ക് വലിച്ചെറിഞ്ഞത്. കല്ലുകൾ വലിച്ചെറിയുന്നു. അവിടെ വിദ്യാർത്ഥികളുള്ള സ്ഥലമാണ്. ഈ പ്രിൻസിപ്പൽ അടക്കം പരാതി നൽകിയിട്ടും എന്തുകൊണ്ടാണ് ഈ കുറ്റക്കാരായ, കാരണം ദൃശ്യങ്ങൾ തെളിവുകൾ അടക്കം ഉണ്ടായിട്ടും പോലീസ് അവർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാത്തത്, അറസ്റ്റിലേക്ക് പോലീസ് നീങ്ങാത്തത്? പോലീസ് പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ച് ഇതാരാണ് എന്താണ് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുകയാണെന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് നടപടികളിലേക്ക് നീങ്ങുകയാണ് എന്ന് പോലീസ് പറയുകയും ചെയ്യുന്നു. പക്ഷേ ഇപ്പോഴും ആരും ഒരു അറസ്റ്റിലേക്ക് അടക്കം നീങ്ങിയിട്ടില്ല. അതാണ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു മധ്യസ്ഥ ചർച്ചകളിലേക്ക് വന്നുകൊണ്ട് കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ തന്നെയാണ് പരമാവധി ശ്രമിക്കുന്നത്. കാരണം ഒരു വലിയ വിഷയത്തിലേക്ക് പോകാതെ അഭിഭാഷകരും അതോടൊപ്പം തന്നെ ഈ കോളേജിലെ വിദ്യാർത്ഥികളും അവരെ പരസ്പരം പരിചയക്കാരും അല്ലാതെയും തന്നെ എല്ലാവരും തന്നെയുണ്ട്. മറ്റൊന്ന് ഈ SFI ആണ് ഇതിന് നേതൃത്വം നൽകിയതെന്നതടക്കമുള്ള ഒരു ആക്ഷേപം അഭിഭാഷകർ ഉന്നയിക്കുന്നുണ്ട്. ഈ വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ SFI പ്രവർത്തകരുമാണ്. പലർക്കും പരസ്പരം പരിചയക്കാരും എല്ലാം തന്നെ ഇത് 2 ഭാഗങ്ങളിലും തന്നെ ഉണ്ട് താൻ. അപ്പോൾ ഇതൊരു വലിയ രീതിയിലേക്ക് ഇതൊരു വഷളാകാതെ ഇത് എങ്ങനെയും പറഞ്ഞു തീർക്കാൻ കഴിയുന്ന തലങ്ങളിൽ അത് നോക്കണം എന്നതടക്കമുള്ള ചില നിർദ്ദേശങ്ങളും ചില ശ്രമങ്ങളും എല്ലാം തന്നെ ചില ഭാഗത്ത് നടക്കുന്നുണ്ട് എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും പോലീസ് കേസെടുത്തിരിക്കുന്നത് ഗുരുതരമായ വകുപ്പുകൾ പ്രകാരമാണ്. കാരണം ഇത് ആക്രമിക്കുക, അതിക്രമിച്ച് കയറുക, കലാപം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി എത്തുക, അങ്ങനെ ഗുരുതരമായ വകുപ്പുകൾ എല്ലാവർക്കുമെതിരെയും തന്നെ ചുമത്തിയിട്ടുണ്ട്. ഇനി അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് പോകണം. പോലീസ് കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകുമെന്നാണ് എറണാകുളം ബാർ അസോസിയേഷൻ വ്യക്തമാക്കിയത്. എന്തായാലും ഈ 2 കൂട്ടരും വലിയ വാശിയിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ അതിൽ ഈ മധ്യസ്ഥ ചർച്ചകൾക്ക് എത്രമാത്രം ഇടമുണ്ട് അതിൻ്റെ സാധ്യതയൊന്നും വ്യക്തമല്ല. എങ്കിലും ചില ശ്രമങ്ങൾ നടക്കുന്നതായിട്ട് അറിയുന്നു. എങ്കിലും നിലവിലെത്തിയ ഒരു സാഹചര്യം, ഈ ഒരു സംഘർഷഭരിതമായ ഒരു സാഹചര്യം കുറച്ചുകൂടി മുന്നോട്ട് പോയേക്കാം. അതിന് ഇപ്പോൾ കോളേജിലെ മധ്യവേനൽ അവധിയിലേക്കെല്ലാം തന്നെ പ്രവേശിച്ചിട്ടുണ്ട്. അഭിഭാഷകർക്കും ഈ അവധി ആ ദിവസങ്ങളിലേക്ക് തന്നെ വരുന്നുണ്ട്, മധ്യവേനൽ അവധിയിലേക്കെല്ലാം തന്നെ വരുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു വലിയ സംഘർഷത്തിൻ്റെ വലിയ സജീവ സാധ്യത ഈ ദിവസങ്ങളിലെല്ലാം തന്നെ, അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ അവധി ദിവസങ്ങൾ തന്നെ, അതുകൊണ്ട് അതിന് ഒരല്പം കുറവ് വന്നേക്കാം. എങ്കിലും ഇനി അടുത്തത് പോലീസിൻ്റെ നീക്കം എന്താണെന്നുള്ളതാണ്. ഏതായാലും ഒരു ദിവസം പിന്നിടുമ്പോഴും മറ്റ് നടപടികളിലേക്കോ അറസ്റ്റിലേക്കോ ഒന്നും കടക്കാത്തത് കൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ, അത് ഫലപ്രാപ്തിയിലെത്തുമോ എന്നതാണ് ഇനി അറിയുന്നുണ്ടത്. ടോം. ഡാനി, നമുക്കറിയാം, കാരണം ഇതിനു മുൻപ് ഈ അഭിഭാഷകർ പ്രതികളായിട്ടുള്ള പല കേസും, മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചതടക്കം അങ്ങനെ പല കേസുകളുമുണ്ട്. ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അഭിഭാഷകർക്കെതിരെ നടപടി സ്വീകരിക്കാൻ പലപ്പോഴും പോലീസ് തയ്യാറാകാറില്ല, അല്ലെങ്കിൽ പോലീസ് ധൈര്യപ്പെടുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇവിടെ ഇത്രയധികം തെളിവുകൾ ഉണ്ടായിട്ടും അങ്ങനെ പോലീസിന് മേലെ ഏതെങ്കിലും രീതിയിലുള്ള സമ്മർദ്ദമുണ്ടോ? അവർക്ക് അറസ്റ്റ് ചെയ്യാതിരിക്കാൻ സമ്മർദ്ദമുണ്ടോ? കാരണം ഇവിടെ ഒരു അനുനയ ചർച്ച അല്ലല്ലോ വേണ്ടത്. കാരണം ഇത്രയധികം പ്രത്യക്ഷത്തിൽ തന്നെ അവരുടെ ഭാഗത്ത് വീഴ്ചയുണ്ട് എന്ന് വ്യക്തമാണ്, തെളിവുകളുണ്ട്. പക്ഷേ ഏതെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദമായിരിക്കുമോ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് പോലീസ് തയ്യാറാകാത്തത്? പോലീസിന്റെ മുകളിൽ ഏതെങ്കിലും രീതിയിലുള്ള സമ്മർദ്ദമുണ്ടോ എന്ന് വ്യക്തമല്ല. എന്തായാലും പോലീസ് പറയുന്നത്, ഇക്കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ പോലീസ് പറയുന്നത് ഇതിൽ കുറച്ചുകൂടി വ്യക്തത വരാനുണ്ട്. കാരണം ഈ ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങളും രാത്രിയിലെ പോലീസിന് നേരെയും ആക്രമണം നടക്കുകയും ചെയ്തു. അപ്പോൾ കുറച്ച് കൃത്യമായ ഈ ആക്രമണം നടത്തിയവരിലേക്ക് തന്നെ കൃത്യമായ രീതിയിൽ എത്തേണ്ടതുണ്ട് എന്ന് പോലീസ് പറയുന്നു. അതുകൊണ്ട് അന്വേഷണം തുടരുകയാണ്. മാത്രവുമല്ല, ഈ ആശുപത്രികളിലായി കഴിയുന്നവരുണ്ട്. ഏതാണ്ട് 16 പേരാണ് വിദ്യാർത്ഥികളുള്ളത്, 8 പേരോളം അഭിഭാഷകരുണ്ട്, പോലീസുകാർക്ക് പരിക്കുണ്ട്. അവരുടെ മൊഴികളെല്ലാം തന്നെ രേഖപ്പെടുത്തുകയും വേണം. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ അറസ്റ്റ് അടക്കമുള്ള മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങുക എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും
ഈ വിഷയത്തിൽ ഉടനെ ഇത്രയും സമയം കഴിഞ്ഞിരിക്കുന്നു, പക്ഷെ മറ്റൊരു നടപടികളിലേക്ക് പോലീസ് നീങ്ങിയിട്ടില്ല. അതിനെ സൂചിപ്പിക്കുന്ന ചില കാരണങ്ങൾ പോലീസ് പറയുന്നത് ഈ ദൃശ്യങ്ങളിലെ ആരാണ് കല്ലെറിഞ്ഞത് എന്നത് സംബന്ധിയായ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു അന്വേഷണവും വ്യക്തതയും എല്ലാം തന്നെ വേണം എന്ന് തന്നെയാണ് അവർ പറയുകയും ചെയ്യുന്നത്. എന്തായാലും വൈകാതെ മറ്റ് നടപടികളിലേക്കെല്ലാം തന്നെ ഉണ്ടാകുമെന്ന് പോലീസ് വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും തെരുവ് ഗുണ്ടകളെ പോലെയാണ് കൊച്ചിയിലെ അഭിഭാഷകർ പെരുമാറിയത്. കാരണം ഒരു കലാലയത്തിലേക്കാണ്, ഇത് ക്യാമ്പസിലേക്കാണ് കല്ലും മദ്യക്കുപ്പികളും എറിഞ്ഞത്. അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ ഭാഗത്തും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കേണ്ടതാണ്. മലപ്പുറത്ത് ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ആ വാർത്ത പരിശോധിക്കാൻ വേണ്ടി വേള കഴിഞ്ഞ്. മലപ്പുറത്ത് ഫോണിലൂടെ മുത്തലാഖ് ചൊല്ലിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. കൊണ്ടോട്ടി സ്വദേശി വീരാൻകുട്ടിക്കെതിരെയാണ് കേസ്. സ്ത്രീധന പീഡനം, ഗാർഹിക പീഡനം, മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കൽ, നിയമവിരുദ്ധ വിവാഹബന്ധം വേർപെടുത്തൽ എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, കഴിഞ്ഞ ദിവസം ഈ സംഭവത്തിൽ വനിതാ കമ്മീഷന് യുവതിയും കുടുംബവും പരാതി നൽകിയതാണ്. പക്ഷേ പോലീസിൽ പരാതിപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അനുമോദ്. ടോം, കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു വാർത്ത പുറത്തു വന്നത്. അതായത് വനിതാ കമ്മീഷന് ഈ കുടുംബം ഫോൺ വഴി മുത്തലാഖ് ചൊല്ലിയതിൻ്റെ ശബ്ദരേഖയടക്കം സമർപ്പിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതായി പുറത്ത് വാർത്തകൾ വരുന്നതും തുടർന്ന് അത് ചർച്ചയാകുന്നതും. 11 മാസം പ്രായമുള്ള ഒരു കുട്ടിയാണ് ഈ 21-കാരിക്കുള്ളത്. കല്യാണം കഴിഞ്ഞ ഏകദേശം നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ 40 ദിവസം മാത്രമാണ് ആ കുട്ടി വീട്ടിൽ നിന്നിട്ട്. അതിനുശേഷം ആ കുട്ടിയെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. കുട്ടി ഗർഭിണിയായിട്ടും ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിട്ടും കുട്ടിയെ തിരിഞ്ഞു നോക്കാൻ പോലും ഈ ഭർത്താവും വീട്ടുകാരും തയ്യാറായിട്ടില്ല. അതിനിടെയാണ് കഴിഞ്ഞ പെരുന്നാളിൻ്റെ സമയത്ത് ഫോൺ വഴി ഈ യുവതിയുടെ ബന്ധം ഏർപ്പെടുന്നതായി മുത്തലാഖ് ചൊല്ലുന്നതിൻ്റെ ശബ്ദരേഖയും നമുക്ക് ലഭിക്കുന്നത്. ഇത് സംബന്ധിച്ച് വനിതാ കമ്മീഷണർ പരാതി നൽകിയിരുന്നത് പറഞ്ഞിരുന്നു. അതിനുശേഷം വനിതാ സെല്ലിൽ യുവതി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണിപ്പോൾ മലപ്പുറം വനിതാ സെൽ ഈ കേസ് അന്വേഷിക്കുന്നത്. ഇയാൾക്കെതിരെ നിയമപരമല്ലാതെ ബന്ധം ഏർപ്പെടുത്തൽ, ശാരീരിക പീഡനം, അതേപോലെ സ്ത്രീധനം ചൊല്ലി പീഡനം, ഗാർഹിക പീഡനം തുടങ്ങി ഗുരുതരമായ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഇതുപോലെ ഈ ഗുരുതര മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായിട്ടാണ് ഇങ്ങനൊരു കേസ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തുടർ നടപടികളൊക്കെ ആവുന്നതേ ഉള്ളൂ. അതിന് കുറേ കൂടി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. പക്ഷേ എന്നിരുന്നാലും നിയമം അനുശാസിക്കുന്ന വിധത്തിൽ ഏറ്റവും ഉയർന്ന ശിക്ഷ ലഭിക്കാൻ സാധ്യതയുള്ള വകുപ്പുകൾ തന്നെ ചുമത്തിയാണ് തീർച്ചയായും ഗുരുതര വകുപ്പുകൾ തന്നെയാണ് ചുമത്തിയിരിക്കുന്നത്. ഈ ഭർത്താവ് വീരാൻകുട്ടി എവിടെ ഉണ്ട് എന്ന് സംബന്ധിച്ച സൂചനയുണ്ടോ? പോലീസ് അറസ്റ്റിലേക്ക് കിടക്കുമോ? അനുമതി. അതോടൊപ്പം അറിയേണ്ടത്, നിലവിൽ ഈ ഭർത്താവിനെതിരെ മാത്രമാണല്ലോ കേസെടുത്തിട്ടുള്ളത്. ഇവിടെ ഗാർഹിക പീഡനം ഉണ്ടായിട്ടുണ്ട്. ഈ ഭർത്തൃ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന്, ഭർത്താവിന്റെ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും ഈ യുവതിക്ക് നേരെ ഏതെങ്കിലും രീതിയിലുള്ള പീഡനങ്ങൾ, ചൂഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നോ? ഇതിലിപ്പോൾ ഈ പെൺകുട്ടിയുടെയും കുടുംബത്തിൻ്റെയും മൊഴി മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് സംബന്ധിച്ച് നിലവിൽ ഈ ഫോൺ വഴി മുത്തലാഖ് ചൊല്ലിയതാണ് ഈ പരാതിയിൽ തെളിവായിട്ട്, ഈ പരാതിക്ക് അപ്പുറം തെളിവായിട്ടുള്ള ഒരേ ഒരു കാര്യം. മറ്റുള്ളതൊക്കെ ആരോപണങ്ങളാണ്, ഒരുപക്ഷെ ആക്ഷേപങ്ങളാണ്. അപ്പോൾ അതിലൊക്കെ തന്നെ ഏതൊരു പരാതി കിട്ടിയാലും അതിൽ പരാതിയിൽ പറയുന്ന കാര്യങ്ങളുടെ പ്രാധാന്യം അനുസരിച്ച് കേസിലെ ഈ പരാതിയിൽ ആരാണോ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അവർക്കെതിരെ വകുപ്പുകൾ ചുമത്തുക എന്നാണ് പോലീസിൻ്റെ നടപടി. അതിനുശേഷം ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ വസ്തുതയുള്ളതാണോ എന്ന് അന്വേഷിച്ചതിന് ശേഷമേ കൂടുതൽ ആളുകളെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുകയുള്ളൂ. ഇതൊരു സാധാരണ പോലീസിൻ്റെ നടപടിക്രമങ്ങൾ അപ്രകാരം തന്നെയാണ് പുരോഗമിക്കുന്നത്. കാരണം പറയുന്ന പരാതിയിൽ മുഴുവൻ വസ്തുതകളുണ്ടോ, എത്രമാത്രം മറ്റു കാര്യങ്ങളുണ്ടോ എന്നെല്ലാം അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ളൊരു സമയമൊക്കെ ആയി വരുന്നേ ഉള്ളൂ. നിലവിൽ ആ മൊഴിപ്രകാരം കേസെടുക്കുന്നു. തുടർ നടപടികൾ അതിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ വീരാൻകുട്ടി മാത്രമാണ് ഈ ഒരു പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇയാൾ കൊണ്ടോട്ടി സ്വദേശിയാണ്. നിലവിൽ എവിടെയാണെന്ന് വ്യക്തമായിട്ടില്ല. ഒരുപക്ഷെ ഈ നടപടികൾ ആവുന്ന സാധ്യതയും മുൻകൂർ ജാമ്യത്തിന് അയാൾ ശ്രമിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. എന്നാണെങ്കിലും ഈ പരാതി പ്രകാരം കൃത്യമായ നടപടികളായി മുന്നോട്ട് പോകുന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. വ്യക്തമാണ്. അനുമോദ്, നമുക്കറിയാം ഈ മുത്തലാഖ് നിരോധന നിയമമൊക്കെ ഉള്ള നാടാണ്. ഇവിടെയാണ് തുടർച്ചയായി ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ കാരണം ഇവിടെ മുത്തലാഖ് ചൊല്ലി ബന്ധമൊഴിഞ്ഞത് മാത്രമല്ലല്ലോ,
ഈ യുവതിക്ക് നേരെ പല രീതിയിലുള്ള പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള പീഡനമുണ്ട്. വനിതാ കമ്മീഷന് ഇവർ നേരത്തെ പരാതി നൽകിയിരുന്നല്ലോ. വനിതാ കമ്മീഷൻ ഈ സംഭവത്തിൽ ഇടപെട്ടിട്ടുള്ളത് പോലീസിന്റെ ഭാഗത്തുനിന്ന് മാത്രമാണോ നിലവിൽ നടപടി ഉണ്ടായിരിക്കുന്നത്? വനിതാ കമ്മീഷന് പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികളുടെ സാധ്യതയുള്ളത്. കാരണം പരാതിയും ആക്ഷേപവും അതിൽ വസ്തുത എത്രമാത്രം ഉണ്ട് എന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്, അതിൽ നടപടിയെടുക്കേണ്ടത് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള നടപടികളാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെതായ സമയം ഇതിൽ എടുക്കേണ്ടതുണ്ട്. മാത്രമല്ല വളരെ വേഗത്തിൽ അന്വേഷിച്ച് പെട്ടെന്ന് പ്രതിക്ക് ജാമ്യം കിട്ടുകയോ കേസ് തള്ളിപ്പോവുകയോ ചെയ്യുന്ന സാധ്യതകൾ മുൻപ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ വഴിതടച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ അവർ പറയുന്ന മൊഴി, അതിൻ്റെ സാധ്യതകൾ, അതിൻ്റെ തെളിവുകൾ എന്നിവയെല്ലാം പരിശോധിച്ച് മാത്രമേ പോലീസിന് തുടർ നടപടിയിലേക്ക് പോകാൻ കഴിയൂ. ഇവിടെ ഇത് പോലീസിന്റെ നടപടികളൊക്കെ പുരോഗമിക്കുകയെന്ന് ചെയ്യും. പക്ഷേ ഇത്തരത്തിൽ എത്ര കേസുകൾ ഉണ്ടായാലും ആളുകൾ നിയമവിരുദ്ധമാണ് മുത്തലാഖ് എന്ന് അറിഞ്ഞിട്ടും അതേ കാര്യങ്ങൾ തുടരുന്നു എന്നുള്ളതാണ് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യം. കാരണം നിയമം മൂലം നിരോധിച്ച ഒരു കാര്യം ഇപ്പോഴും അവരുടെ അവകാശമായി, അവരുടെ അധികാരത്തിൽ പെടുന്ന ഒരു കാര്യമായിട്ട് ഇവരൊക്കെ കൊണ്ടു നടക്കുന്നു. അത് ഈ വനിതകൾക്ക് നേരെ, സ്ത്രീകൾക്ക് നേരെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിലേറ്റവും സങ്കടകരമായ കാര്യം. അത് കൃത്യമായി പോലീസിൻ്റെ ശക്തമായ നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടായാൽ മാത്രമാണ് അതിലൊരു മാറ്റം വരാൻ സാധ്യതയുള്ളൂ. അതാണെങ്കിലും ഇപ്പോഴും മലപ്പുറം ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ ഓരോ ആഴ്ചയിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നാണ് പോലീസ് തന്നെ പറയുന്നത്. സ്വാഭാവികമായിട്ടും ആളുകളിലേക്ക് കുറേ കൂടി ഇതിൻ്റെ ഒരു ബോധവൽക്കരണവും ഇതിൻ്റെ ഒരു ഗൗരവവും ഒക്കെ എത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകത കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട് കേട്ടോ. വ്യക്തമാണ്. CB അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അനുമോദ് സൂചിപ്പിച്ചതുപോലെ ഇത്തരം സംഭവങ്ങളിലൊക്കെ പലപ്പോഴും ഇരകളാകപ്പെടുന്നത് സ്ത്രീകളാണ്. ഇവിടെ ഒരു 11 മാസം പ്രായമുള്ളൊരു കുഞ്ഞിനെ അടക്കമാണ് ഇവിടെ ഉപേക്ഷിച്ച സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. യുവതി ഇപ്പോൾ നിയമപോരാട്ടത്തിലാണ്. സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുകളിൽ ഡ്രോൺ പറത്തിയ സംഭവത്തിൽ കേസെടുത്ത് ഫോർട്ട് പോലീസ്. 2 ദിവസം മുൻപാണ് അതീവ സുരക്ഷാ മേഖലയിൽ ഡ്രോൺ പറന്നത്. എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റത്തിന്റെ സേവനം പോലീസ് തേടുന്നുണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ സാങ്കേതിക സംവിധാനത്തിന്റെ സേവനമാണ് തേടുന്നത്. ആരാണ് ഡ്രോൺ പറത്തിയത് എന്നതിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. VV വിനോദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിനോദ്, അതീവ സുരക്ഷാ മേഖലയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. അതിന് മുകളിൽ ഡ്രോൺ പറത്തി ഇപ്പോൾ 2 ദിവസം പിന്നിടുന്നു. സംഭവത്തെക്കുറിച്ച് യാതൊരു വിവരവും, ആരാണ് പറത്തിയതെന്ന് സംബന്ധിച്ച് യാതൊരു വിവരവും പോലീസിന് ലഭ്യമായിട്ടില്ല. പോലീസിന്റെ ഭാഗത്ത് ഏതെങ്കിലും രീതിയിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടോ ഇവിടെ? ടോം, പൈങ്കുനി ഉത്സവവുമായി ബന്ധപ്പെട്ട് ഈ ആറാട്ടൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഈ ഉത്സവ ദിവസങ്ങളായിരുന്നു. ഈ ഉത്സവ സീസണിലാണ് ഇങ്ങനെ 2 ദിവസം മുൻപ് ഡ്രോൺ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുകളിൽ പറന്നത്. ഇതാരാണ് പറത്തിയതെന്നത് സംബന്ധിച്ച് ഇതുവരെ ഒരു വ്യക്തതയുമില്ല. അതീവ സുരക്ഷാ മേഖലയാണ്. നേരത്തെ ഈ ഒരു വിമാനം പറന്നത് അത് വലിയ വിവാദമായിരുന്നു. അത് ഈ പരിശീലന പറക്കലായിരുന്നു. തൃശ്ശൂർ കേന്ദ്രമായിട്ടുള്ള ഒരു സ്ഥാപനം, അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന സംവിധാനം തിരുവനന്തപുരത്തുണ്ട്. നേരത്തെ അങ്ങനെ ഒരു പരിശീലന പറക്കൽ ചെറു വിമാനം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുകളിലൂടെ പറക്കുകയും ആ കമ്പനിയെ തിരിച്ചറിയുകയും അവർക്ക് നോട്ടീസ് നൽകുകയും വിശദമായ അന്വേഷണം ആ ഘട്ടത്തിൽ നടക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഡ്രോൺ പറന്നത്. ഇത് ആരാണ് പറത്തിയതെന്നത് സംബന്ധിച്ച് ഇതുവരെ ഒരു വ്യക്തതയില്ല. ഫോർട്ട് പോലീസാണ് സംഭവത്തിൽ കേസെടുത്തിട്ടുള്ളത്. 2 ദിവസം കഴിയുന്നു. കഴിഞ്ഞ ദിവസമാണ് FIR രജിസ്റ്റർ ചെയ്തത്. അതീവ സുരക്ഷാ മേഖലയാണ്. അവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നത് ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ ഈ എയർപോർട്ട് അതോറിറ്റിയുമായി, നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവള അധികൃതരുമായി ബന്ധപ്പെട്ടുള്ള ആശയവിനിമയം നടക്കുന്നുണ്ട്. പോലീസ് അവരുടെ സേവനം തേടിയിട്ടുണ്ട്. എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റം, അതിൻ്റെ സേവനമാണ് തേടിയിട്ടുള്ളത്. അതുവഴി അറിയാൻ കഴിയും എവിടെ നിന്നാണ് ഇത് പറന്നു വന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. കാരണം അവിടെയുള്ള എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റമാണ് ഈ പരിസരത്തെ അന്തരീക്ഷത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയുന്ന സംവിധാനമാണ്. ആ ഒരു സംവിധാനത്തിലൂടെ ഇത് എവിടെ നിന്ന് എത്തി എന്നത് അടക്കം, ഇത് എവിടെ നിന്നാണ് വരുന്നത്, എങ്ങോട്ട് പോയി എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യമാണ്.
വലിയ സുരക്ഷാ സംവിധാനങ്ങൾ അവിടെ നമുക്കറിയാം. നേരത്തെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറയുമായി ബന്ധപ്പെട്ടും മറ്റ് സ്വത്തുവകകളുമായി ബന്ധപ്പെട്ടുമൊക്കെയുള്ള വിവരങ്ങൾ വന്നതിന് പിന്നാലെയാണ് വളരെ കർശനമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. നേരത്തെ വാഹനങ്ങളൊക്കെ ഈ തെക്കേനടയിലും വടക്കേനടയിലുമൊക്കെ ക്ഷേത്രത്തിനടുത്ത് വരെ പോകാമായിരുന്നെങ്കിൽ ഇപ്പോൾ അവിടെയൊക്കെ തന്നെ പ്രത്യേകതരം ബാരിക്കേഡുകൾ പോലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ വാഹനങ്ങൾ കടന്നു ചെല്ലാൻ പറ്റാത്ത തരത്തിലുള്ള നിർമ്മാണങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. മാത്രമല്ല എപ്പോഴും ആയുധധാരികളായ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉള്ള ഇടമാണ്. അങ്ങനെ അതീവ സുരക്ഷാ മേഖല, അവിടുത്തെ ഓരോ കാര്യങ്ങളും എല്ലാ മേഖലകളിലും CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രവേശനത്തിന് പോലും കർശനമായ വിലക്കുള്ള സ്ഥലമാണ്. മാത്രമല്ല നഗരപ്രദേശങ്ങളിൽ ഇങ്ങനെ ഡ്രോൺ പറത്തുന്നതിന് പോലീസിൻ്റെ അനുമതി വാങ്ങണമെന്ന് നേരത്തെ തന്നെ സർക്കുലർ പുറത്തിറക്കിയതാണ്. കാരണം പോലീസ് ആസ്ഥാനത്തിന് മുകളിൽ നേരത്തെ ഡ്രോൺ പറന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് അത് പറത്തിയ ആളുകളെ കണ്ടെത്തിയിരുന്നു. ഇതിപ്പോൾ ചില സംശയങ്ങളുള്ളത് ഈ ഉത്സവ സമയമായതുകൊണ്ട് തന്നെ അതിൻ്റെ ദൃശ്യങ്ങളോ മറ്റോ പകർത്തുന്നതിന് വേണ്ടി ആരെങ്കിലും ചെയ്തതാണോ, അങ്ങനെയുള്ള ഏജൻസികളോ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളോ ചെയ്തതാണോ എന്ന ചില സംശയമുണ്ട്. എങ്കിൽ തന്നെയും അങ്ങനെ ഒരു സംശയത്തിൻ്റെ ആനുകൂല്യം പോലും നൽകാൻ കഴിയാത്തൊരു പ്രദേശമാണ്. അതീവ സുരക്ഷാ മേഖലയാണ്. ഇത്ര കണ്ട് കരുതലുള്ള അല്ലെങ്കിൽ അത്ര കണ്ട് സുരക്ഷാ സംവിധാനങ്ങൾ, അങ്ങനെ ആയുധധാരികളായ ഉദ്യോഗസ്ഥർ അടക്കം നിൽക്കുന്ന പ്രവേശനത്തിന് കർശന നിയന്ത്രണമുള്ള സമയങ്ങളും സ്ഥലങ്ങളുമുള്ള ഇടം, അവിടെയാണ് ഈ തരത്തിൽ ഡ്രോൺ പറത്തിയത്. പക്ഷേ ഇതാരാണ് പറത്തിയതെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വിമാനത്താവളത്തിന്റെ സേവനം കൂടി, അവരുടെ സാങ്കേതിക സഹായം കൂടി അതുതന്നെയാണ് കാരണം വിനോദ് സൂചിപ്പിച്ചതുപോലെ ആയുധധാരികളായ ഉദ്യോഗസ്ഥരടക്കം അവിടെ സുരക്ഷയ്ക്കായി അവർ നിയമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഡ്രോൺ പറത്തിയതൊന്നും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലേ? ഈ സംഭവം നടന്ന് 2 ദിവസമാകുമ്പോഴും പോലീസിന് ഇതാരാണ് പറത്തിയതെന്ന് യാതൊരു സൂചനയുമില്ല. നിലവിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ സാങ്കേതിക സംവിധാനത്തിൻ്റെ സാധ്യതകൾ, അതിൻ്റെ സേവനം തേടുന്നുണ്ട്. അങ്ങനെ അതായത് ഈ രീതിയിൽ ഈ എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ സഹായത്തോടു കൂടി ഈ പ്രതിയെ അതല്ലെങ്കിൽ ഈ ഡ്രോൺ പറത്തിയ ആളെ കണ്ടെത്താൻ കഴിയുമെന്ന് പോലീസ് കരുതുന്നുണ്ടോ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ടോം. കാരണം ഈ എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റം വഴി അത് നമുക്കറിയാം, ഈ റഡാറൊക്കെ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അത്രയും അതിൻ്റെ വിപുലമായ ഒരു സംവിധാനമാണ്. ഈ സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഉറപ്പാക്കിയുള്ള അവിടുത്തെ സുരക്ഷാ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു കാര്യമാണ്. വിമാനങ്ങളുടെ ഈ യാത്രാ പഥം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഒരു ലൈനിൽ വിമാനങ്ങൾ വരാതിരിക്കുക, അങ്ങനെയുള്ള അതിൻ്റെ ഒരു ക്രമീകരണത്തിന് വേണ്ടിയും അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും പൈലറ്റുമാർക്ക് നിർദ്ദേശം നൽകുന്നതിനുമൊക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു കേന്ദ്രം, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു വിഭാഗം. ആ വിഭാഗത്തിൻ്റെ സേവനമാണ് ഇപ്പോൾ ഫോർട്ട് പോലീസ് തേടാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിനുവേണ്ടിയുള്ള കത്ത് അവർക്ക് നൽകും. ഏത് തരത്തിലാണ്, എവിടെ നിന്നാണ് ഇത് വന്നത്, എവിടേക്ക് പോയി എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തുക എളുപ്പമല്ല. കാരണം നമുക്കറിയാം CCTV ക്യാമറകളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത് സമാന്തരമായി നമുക്ക് റോഡിൻ്റെ സർഫസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രം കിട്ടുന്ന തരത്തിലാണ് പലപ്പോഴും ക്യാമറകളുള്ളത്. ഇത് ഉയരത്തിൽ ഉള്ള കാര്യമായതുകൊണ്ട് തന്നെ ദൃശ്യങ്ങൾ എടുക്കുക എളുപ്പമല്ല. അതുകൊണ്ടാണ് ഇത് എവിടെ നിന്ന് വന്നു പോയി, അതിന് ഈ വിമാനത്താവളത്തിൻ്റെ സേവനം അതിനാവശ്യമാണ്. കാരണം ഉയരത്തിലുള്ള ദൃശ്യങ്ങൾ ലഭിക്കണമെങ്കിൽ അവർക്ക് മാത്രമേ അതിനുള്ള സംവിധാനങ്ങളുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സേവനം ഉറപ്പാക്കിക്കൊണ്ട് ഇതാര് പറത്തി എന്നത് കണ്ടെത്താനുള്ള നീക്കം നടത്തുന്നത്. 2 ദിവസം കഴിയുന്നു. ആരാണ്, എവിടെ നിന്നാണ് വന്നത് എന്നത് സംബന്ധിച്ച് യാതൊരു വിവരവുമില്ല. പക്ഷേ ഇതിനുള്ള ഒരു ഗൗരവ സ്വഭാവം നേരത്തെ തന്നെ പോലീസിൻ്റെ സർക്കുലർ ഉണ്ടായിരുന്നതാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുകളിൽ ഇത്തരത്തിൽ പ്രത്യേകിച്ചും നഗരത്തിൻ്റെ പല ഭാഗങ്ങൾ അല്ലെങ്കിൽ പോലീസ് ആസ്ഥാനം പോലുള്ള സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ ഈ ഡ്രോൺ പറത്തണമെങ്കിൽ ഇപ്പോൾ വിവാഹത്തിന് പാർട്ടി അങ്ങനെയുള്ള ആളുകളുണ്ട്, ക്യാമറമാന്മാരൊക്കെ പറത്തുന്ന ഒരു രീതിയുണ്ട്. പക്ഷേ അത് നേരത്തെ തന്നെ പോലീസിൻ്റെ അനുമതിയൊക്കെ വാങ്ങി അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ അതിനുവേണ്ടി നേരത്തെ ഒരു അപേക്ഷ കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാം. പക്ഷേ ഇത് അങ്ങനെയുള്ള അപേക്ഷയൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു ഗൗരവ സ്വഭാവം വർദ്ധിക്കുന്നത്. ഇത് ആരാണ് പറത്തിയത്, എന്തിന് പറത്തി, ഈ ദൃശ്യങ്ങൾ എവിടേക്ക് പോയി എന്നതടക്കമുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് അതീവ സുരക്ഷാ മേഖല എന്ന ഒരു ഗണത്തിൽ പെടുന്ന ഒരിടമാണ്. അവിടെയാണ് നേരത്തെ ഈ ഒരു ചെറു വിമാനം പറന്നത്. നമുക്കറിയാം, അതുപോലും നിർദ്ദേശങ്ങൾ പാലിക്കാതെ വന്നു എന്ന തരത്തിൽ വലിയ വിവാദമുണ്ടായിരുന്നു. ആ ഒരു വിമാന കമ്പനി അത് ഒരു പരിശീലന കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇടമാണ്. അവിടെ കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി പരിശീലന പറക്കൽ, അത് കുട്ടികളായിരുന്നില്ല അന്ന് പറത്തിയിരുന്നത്. നേരത്തെ സൈന്യത്തിൽ ജോലി ചെയ്യുകയും പിന്നീട് ഈ സ്വകാര്യ വിമാന കമ്പനികളിൽ പൈലറ്റുമാരാകാൻ പോകുന്ന ആളുകളുണ്ട്. അവർ അവരുടെ ആ ജോലിയിൽ
പ്രവേശിക്കുന്നതിന് മുൻപ് ഒന്നുകൂടി അവരുടെ ആ ഒരു പ്രാഗൽഭ്യം അതൊന്നുകൂടി പരിശോധിക്കുന്നതിനും അവർ ഒരു ട്രെയിനിങ് എന്ന നിലയ്ക്കാണ് ആ വിമാനം പറത്തിയത്. അന്ന് പറത്തിയത് ഈ സൈന്യത്തിൽ നിന്ന് വിരമിച്ച ആളാണ്, മറ്റൊരു വിമാന കമ്പനിയിലേക്ക് പോകാൻ വേണ്ടിയുള്ള പരിശീലന പറക്കലെന്നായിരുന്നു വിശദീകരണമായി ആ വിമാന കമ്പനി നൽകിയത്. പക്ഷേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുകളിൽ പറന്നതോടെ അത് വലിയ വിവാദമായി മാറുകയും ചെയ്തിരുന്നു. ആ കമ്പനിക്ക് കത്ത് നൽകുന്നതടക്കമുള്ള കാര്യങ്ങളുണ്ടായി, അവിടെ പരിശോധന നടന്നിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് വീണ്ടും ഒരിക്കൽ കൂടി ഡ്രോൺ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുകളിൽ പറന്നത്. ടോം. യെസ്, വ്യക്തമാണ്. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അതീവ സുരക്ഷാ മേഖലയായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുകളിലൂടെയാണ് ഡ്രോൺ പറത്തിയത്. 2 ദിവസമായിട്ടും ആരാണ് പറത്തിയതെന്ന് വിവരമില്ല. എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റത്തിന്റെ സഹായത്തോടു കൂടിയാണ് പോലീസിന് ഈ ഡ്രോൺ പറത്തിയ ആളെ കണ്ടെത്താനുള്ള അന്വേഷണം നടത്തുന്നത്. മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ തഹാവൂർ റാണയുടെ കേരള ബന്ധം തേടി NIA. റാണയെ സഹായിച്ചവർ ആരൊക്കെ എന്നതിൽ അന്വേഷണം തുടരുകയാണ്. ഭീകരപ്രവർത്തനത്തിന് യുവാക്കളെ റിക്രൂട്ട് ചെയ്യാനാണ് എത്തിയതെന്ന് റാണ അന്വേഷണ ഏജൻസിക്ക് മൊഴി നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, 2008 തഹാവൂർ റാണ കേരളത്തിലെത്തിയതെന്നാണ് NIA അന്വേഷണ സംഘത്തിന് ലഭ്യമായിരിക്കുന്ന വിവരം. അതായത് 2008 മുംബൈ ഭീകരാക്രമണ കേസിൽ അറസ്റ്റിലായ തഹാവൂർ റാണ ഇന്ത്യയിലെ തന്നെ മറ്റ് നഗരങ്ങളിലും ആക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നുവെന്ന് ദേശീയ അന്വേഷണ ഏജൻസി സംശയിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണോ ഇയാളുടെ കേരള ബന്ധവും NIA തേടുന്നത്? ടോം, 2008 നവംബർ 26 മുൻപുള്ള, അതായത് മുംബൈ ഭീകരാക്രമണത്തിന് തൊട്ടു മുൻപുള്ള അവസാനവട്ട ആസൂത്രണം നടക്കുന്ന ദിവസങ്ങളിലൊക്കെയാണ് തഹാവൂർ റാണ ഭാര്യയോടൊപ്പമാണ് ഈ നഗരങ്ങളിലൊക്കെ യാത്ര ചെയ്തിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തീവ്രവാദത്തിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, തീവ്രവാദ സംഘടനകളിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് എന്നാണ് NIA കണ്ടെത്തിയിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ നവംബർ 13-നും 21-നും ഇടയിലാണ് ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ, അതായത് ഹാംപൂർ, ഡൽഹി, അഹമ്മദാബാദ്, ആഗ്ര, മുംബൈ തുടങ്ങിയ വിവിധ നഗരങ്ങളിൽ, കൊച്ചി ഉൾപ്പെടെ വിവിധ നഗരങ്ങളിൽ ഇയാൾ ഭാര്യ സാമ്രാസുമായിട്ട് എത്തി താമസിച്ചു എന്നാണ് ആ സമയത്ത്, അതായത് നവംബർ 16-ന് കൊച്ചിയിൽ താമസിച്ചിരുന്നതുമായുള്ള രേഖകൾ നേരത്തെ തന്നെ താജ് ഹോട്ടൽ ഉടമകൾ NIAക്ക് കൈമാറിയിരുന്നതാണ്, അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട ആ സമയത്ത്, അതായത് കേരളത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് 13 വിവിധ നമ്പറുകളിലേക്കാണ് തഹാവൂർ റാണ വിളിച്ചിട്ടുള്ളത്. അതേസമയം ആ നമ്പറുകളുടെ ഡീറ്റെയിൽസ് അന്ന് എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘം അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ പോലും ആ നമ്പറുകൾ ആരുടേതൊക്കെ ആണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കേരള പോലീസും സംസ്ഥാന അന്വേഷണ ഏജൻസിയും ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ യുവാക്കളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി റാണ കൊച്ചിയിലെത്തുകയും കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ ആരുമായൊക്കെ ബന്ധപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനുണ്ട് എന്ന് തന്നെയാണ്. അക്കാര്യമൊക്കെ റാണയോട് ഒരു പക്ഷേ NIA ചോദ്യം ചെയ്യുന്നുണ്ടാകുമായിരിക്കാം. കാരണം കോപ്പൻഹേഗനിൽ ഈ റാണയും ഹെഡ്ലിയുമായി ചേർന്ന് ഒരു പത്രസ്ഥാപനം തകർക്കാൻ വേണ്ടി പദ്ധതിയിട്ടത് IFB പൊളിക്കുകയും അതേ തുടർന്ന് IFBയുടെ കസ്റ്റഡിയിലാവുകയും ചെയ്യുന്നതാണ്. അതേസമയം ഡേവിഡ് ഗോഡ്മാൻ ഹെഡ്ലിക്ക് ഇന്ത്യയിലേക്ക് ഉള്ള സാഹചര്യങ്ങൾ, യാത്രയ്ക്കുള്ള സാഹചര്യങ്ങൾ, വിസയ്ക്കുള്ള സാഹചര്യങ്ങൾ ഇതെല്ലാം ഒരുക്കി കൊടുത്തത് റാണയാണെന്നുള്ള കാര്യത്തിലും വ്യക്തതയുണ്ട്. എന്തായാലും റാണയെ ചോദ്യം ചെയ്ത് വരികയാണ്. 18 ദിവസമാണ് NIA റാണയെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. 3 മണിക്കൂർ മാത്രമാണ് ചോദ്യം ചെയ്തത്. പക്ഷേ ഇയാൾ ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ല. തീർച്ചയായും ഇത് 17 വർഷം മുൻപാണ് നടന്ന സംഭവമാണ്. തഹാവൂർ റാണ കൊച്ചിയിൽ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പല നഗരങ്ങളിലും എത്തിയത് വർഷങ്ങൾക്ക് മുൻപാണ്, ഏകദേശം 1.5 പതിറ്റാണ്ടുകൾക്ക് മുൻപാണ്. അതുകൊണ്ട് തന്നെ ഇയാളുടെ കേരള ബന്ധം, അന്ന് എത്തിയ സ്ഥലങ്ങളൊക്കെ കണ്ടെത്തുക അത്ര എളുപ്പമുള്ള കാര്യമാണോ? ഈ സ്ഥലങ്ങളിലൊക്കെ തഹാവൂർ റാണ എത്തിയെന്ന് NIA കണ്ടെത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ NIAക്ക് മൊഴി നൽകിയിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ദിവസങ്ങളിൽ തഹാവൂർ റാണയെ NIA സംഘം എത്തിക്കാനുള്ള സാധ്യതയുണ്ടോ?
ടോം, ഹർക്കത്തുൽ ജിഹാദി ഇസ്ലാമി അതുപോലെ ലഷ്കർ ഇ തൊയ്ബ ഈ രണ്ട് സംഘടനകളിലേക്കുമാണ് യുവാക്കളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റാണ എത്തിയത് എന്നുള്ള ഒരു അസസ്മെന്റ് ആണുള്ളത്. അത് മാത്രമല്ല, ലഷ്കർ ഇ തൊയ്ബയുടെ ദക്ഷിണേന്ത്യൻ കമാൻഡന്റുമായി ഇയാൾക്ക് ആ സമയത്ത് ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ട് തന്നെയാണ് ഇത്തരത്തിൽ NIA ഇങ്ങനെ യുവാക്കളെ റിക്രൂട്ട് ചെയ്ത ഒരു സാഹചര്യത്തെ പറ്റി കണ്ടെത്തിയതും അതിനെ റാണ ഏറ്റെടുത്ത പങ്ക് ചെറുതല്ല എന്നും വ്യക്തമായത് അത്തരത്തിലാണ്. അതുകൊണ്ട് തന്നെ ടോം സൂചിപ്പിച്ചതുപോലെ ഇനിയും റാണയെ ഇത്രയും കാലം ഈ 1.5 പതിറ്റാണ്ടിന് ശേഷം റാണയെ ഇന്ത്യക്ക് കിട്ടുകയാണ്. അത് ഈ രാജ്യം തന്നെ ഞെട്ടിത്തെറിച്ചു പോയിട്ടുള്ള ഒരു വലിയ ഭീകരാക്രമണത്തിന്റെ വേരുകൾ തേടിയാണ് അന്വേഷണ സംഘം പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ 13 നമ്പറുകൾ അതൊരു വലിയ സമസ്യയാണ്. ഈ 13 നമ്പറുകളെ അതായത് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടുകളൊക്കെ NIAയുടെ സംസ്ഥാന ഏജൻസിയുടെ റിപ്പോർട്ടുകളൊക്കെ NIAയുടെ പക്കലുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല 200ഓളം കോളുകളാണ് ഡേവിഡ് ഗോൾഡ്മാൻ ഹെയ്ലിയുമായി ഈ കൊച്ചിയിലുള്ളപ്പോൾ മാത്രം ഈ താറു റാണ വിളിച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ഇനി ആരെയൊക്കെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ ഇപ്പോഴും കേരളത്തിൽ നടക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് താറു റാണ കൊച്ചിയിൽ തമ്പടിച്ചത്? ഇത് പക്ഷേ കൊച്ചിയുടെ ജിയോഗ്രഫിക്കൽ സാധ്യത കൂടി കണക്കിലെടുത്തിട്ടായിരിക്കാം. കാരണം കടൽ മാർഗം പെട്ടെന്ന് എത്താൻ പറ്റുന്ന നഗരങ്ങളിലാണ് അയാൾ തമ്പടിച്ചതെന്ന് പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തിട്ടായിരിക്കും ഒരു പക്ഷേ കൊച്ചിയിൽ തമ്പടിച്ചതെന്ന് എന്ന അനുമാനത്തിലാണ് NIA ഉള്ളത്. എന്നിരുന്നാലും ഈ താറു റാണയുമായുള്ള ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. പക്ഷേ ഇതുവരെയും അയാൾ കൃത്യമായ മറുപടി നൽകാനോ അതിനോട് കൃത്യമായി പ്രതികരിക്കാനോ തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യത്തിൽ, അതായത് ചോദ്യം ചെയ്യലിനോടൊക്കെ വിമുഖത കാണിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ കൊച്ചിയെ സംബന്ധിച്ചുള്ള അതല്ലെങ്കിൽ കൊച്ചിയിൽ എത്തിയിരുന്ന സാഹചര്യം വെളിപ്പെടുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ നവംബർ 16 2008 നവംബർ 16 താറു റാണ കൊച്ചിയിലുണ്ടായിരുന്നത്. അത് ഭാര്യയൊപ്പമായിട്ടാണ് ഈ 6 നഗരങ്ങളിലും യാത്ര ചെയ്തതും എന്നും വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഇതൊരു പക്ഷേ ഈ പറഞ്ഞ ഫാമിലിയുമായി ഒന്നിച്ചുള്ള ഒരു യാത്ര എന്നൊരു ആംബിയൻസ് ഉണ്ടാക്കിയെടുക്കാനായിരിക്കും ഒരു പക്ഷേ അയാൾ അത്തരത്തിൽ യാത്ര ചെയ്തത്. പക്ഷെ ആ സമയത്തും ഇയാൾ ഇത്രയും ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിക്കുകയും അതുപോലെ തീവ്രവാദ സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ ഇത്തരത്തിൽ നിരവധി ആളുകളുമായി കോൺടാക്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. അതും ലഷ്കർ ഇ തൊയ്ബയുടെ നമുക്കറിയാം, കേരളത്തിൽ നിന്ന് നിരവധി യുവാക്കൾ ഈ തീവ്രവാദ സംഘടനയിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൽ നിന്ന് വലിയ റിക്രൂട്ട്മെന്റ് നടന്നിട്ടുണ്ടെന്ന വിവരങ്ങളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. രാജ്യത്തുണ്ടായിട്ടുള്ള പല കേസുകളും, പല തീവ്രവാദ കേസുകളിലും കേരള ബന്ധമൊക്കെ നേരത്തെ തന്നെ NIA പരിശോധിച്ചിട്ടുള്ളതാണ്. അത്തരമൊരു സംഘത്തിന്, അതായത് ഇതിനു മുൻപ് കേരളത്തിലടക്കം വിവിധ സ്ഥലങ്ങളിൽ കോയമ്പത്തൂർ സ്ഫോടന കേസിലടക്കം പ്രതികളായിട്ടുള്ള മലയാളി പേരുള്ളവരുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ, തഹാവൂർ റാണയ്ക്ക് ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ NIA പരിശോധിക്കുന്നുണ്ടോ? സ്വാഭാവികമായും ഈ 17 വർഷം മുൻപ് നടന്ന സംഭവമായതുകൊണ്ട് ഇനി അത്തരം ബന്ധങ്ങളെക്കുറിച്ച് ഈ തഹാവൂർ റാണയിൽ നിന്ന് വിവരം ലഭ്യമായില്ലെങ്കിൽ മറ്റ് സാധ്യതകൾ എങ്ങനെയാണ് NIA തേടുന്നത്? നിലവിൽ സംസ്ഥാന ഏജൻസി കൂടി അന്വേഷിച്ചിരുന്ന ഒരു കേസാണ്. കാരണം കേരളത്തിൽ നിന്നും ആളുകളെ ഈ തീവ്രവാദ സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ള ഇൻഫർമേഷൻ കിട്ടുകയും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയും ചെയ്തിരുന്നത് സംസ്ഥാന പോലീസിന്റെ കൂടി അന്വേഷണ പരിധിയിൽ വരുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ, അന്വേഷണ റിപ്പോർട്ടുകളൊക്കെ ഇപ്പോഴും NIAയുടെ കൈവശമുണ്ട്. അത് സംസ്ഥാന പോലീസ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടുകൾ NIAക്ക് കൈമാറിയിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിലാണ്, ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ 13 നമ്പറുകളുടെ ഡീറ്റെയിൽസും ഒക്കെ NIA കണ്ടെത്തിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട്, അതായത് അത് ആ സമയത്ത് തന്നെ ആരുടെ ഈ പറഞ്ഞതുപോലെ 1.5 പതിറ്റാണ്ട് മുൻപ് ഉണ്ടായ സംഭവമാണ്. 2005 മുതൽ മുംബൈ ഭീകരാക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഇവരുമായി, അതായത് ഹെഡ്ലിയും റാണയും ചേർന്നുള്ള ടീം നടത്തിയിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. റിപ്പോർട്ടുകൾ അത്തരത്തിലാണ് പുറത്തു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആസൂത്രണങ്ങൾ എവിടേക്ക് നടത്തി, ഇനിയുള്ള ഫർദർ നടപടിക്രമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടത് റാണ കൊച്ചിയിലെത്തിയതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം കൃത്യമായി നടക്കുക തന്നെ ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇപ്പോഴും ഈ മറ്റ് രവീന്ദ്രനാണ്
കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. വളരെ പ്രധാനപ്പെട്ടൊരു വാർത്തയാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. ഇടുക്കിയിൽ വീണ്ടും കുരിശ് വിവാദം. ഇടുക്കി തൊമ്മൻകുത്തിൽ വനംവകുപ്പ് കുരിശ് പൊളിച്ചു നീക്കി. തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളി സ്ഥാപിച്ച കുരിശാണ് പൊളിച്ചു നീക്കിയത്. ഇന്നലെയാണ് കുരിശ് സ്ഥാപിച്ചത്. കുരിശ് സ്ഥാപിച്ചത് വനം ഭൂമിയിലെന്നാണ് വനംവകുപ്പ് പറയുന്നത്. എന്നാൽ കൈവശ ഭൂമിയിലെന്ന് വിശ്വാസികളും പറയുന്നുണ്ട്. വിവരങ്ങളുമായി PS സാഗർ ചേരുന്നു തൊമ്മൻകുത്തിൽ നിന്ന്. സാഗർ, ഈ ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഇടുക്കി ജില്ലയിൽ തന്നെ മറ്റൊരു കുരിശ് വിവാദം ഉയർന്നു വന്നത്. കുരിശ് പൊളിച്ചു നീക്കുന്ന സാഹചര്യമൊക്കെ റവന്യൂ വകുപ്പ് കുരിശ് പൊളിച്ചു നീക്കുന്ന സാഹചര്യം വരെ ഉണ്ടായതാണ്, വലിയ വിവാദമായതാണ്. ഇപ്പോൾ ഈ തൊമ്മൻകുത്തിൽ അത് വിശ്വാസികൾ പറയുന്നതനുസരിച്ച് കൈവശ ഭൂമിയാണെന്ന്. പക്ഷെ വനംവകുപ്പിന്റെ നിലപാട് എന്താണ്? ഈ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധം വിശ്വാസികളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ടോ അവിടെ? തീർച്ചയായും ഈ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ തവണ ഇടുക്കിയിൽ ഇത്തരത്തിലൊരു കുരിശ് പൊളിച്ചു നിൽക്കുകയായിരുന്നു. അത്തരത്തിലൊരു സമാനമായ സംഭവമല്ല ഇതെന്ന് വേണം നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കുവാൻ. കാരണം ഇത് തൊമ്മൻകുത്തിൽ ഇത് ഒരു വനം ഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. തൊമ്മൻകുത്ത് ടൂറിസം കേന്ദ്രത്തിലേക്ക് പോകുന്ന വഴി തന്നെയാണ് ഈ ഭാഗം. ഇവിടെയാണ് ഇന്നലെ വിശ്വാസികൾ ഇവിടെ ഒരു ഈ റോഡിനോട് ചേർന്ന് കുരിശ് സ്ഥാപിച്ചത്. ഇത് കൈവശ ഭൂമിയാണ്. ഇവിടെ ഈ പ്രദേശമെല്ലാം ഇത് കൈവശത്തിൽ പലരുടെയും കൈവശത്തിലിരിക്കുന്ന ഒരു ഭൂമിയാണ്. ഇവിടെയാണ് ഒരു 5 സെന്റ് സ്ഥലം 4 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പള്ളിക്കായിട്ട് ഇവർ എഴുതി കൊടുത്തത്. ഈ സെന്റ് തോമസ് പള്ളി, തൊമ്മൻകുത്തിലുള്ള സെന്റ് തോമസ് പള്ളിക്കായി ഒരാൾ 5 സെന്റ് സ്ഥലം എഴുതി കൊടുത്തിരുന്നു. ഈ സ്ഥലത്താണ് ഇന്നലെ വിശ്വാസികളടക്കം ചേർന്നുകൊണ്ട് ഒരു കുരിശ് സ്ഥാപിച്ചത്. ഈ കുരിശിന്റെ വെഞ്ചരിപ്പ് കർമ്മവും ഇന്നലെ തന്നെ കഴിഞ്ഞിരുന്നു. ഇതാണ് ഇന്ന് രാവിലെ കാളിയാർ ഫോറസ്റ്റ് അധികൃതർ എത്തി പൊളിച്ചു നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് കടുത്ത പ്രതിഷേധത്തിലാണ് ഇവരുള്ള വിശ്വാസികൾ. കാരണം ഇത് പള്ളിയുടെ അധീനതയിലുള്ള സ്ഥലമാണെന്നാണ് വിശ്വാസികൾ പറയുന്നത്. ഈ പ്രദേശം മൊത്തം കൈവശ ഭൂമി ആയതിനാൽ തന്നെ ഈ 5 സെന്റ് സ്ഥലം പള്ളിക്കായി എഴുതി കൊടുത്തതാണ്. ഇത് വനംവകുപ്പിന്റെ ഭൂമിയല്ല, ഇതിന് കൃത്യമായ രേഖകൾ ഉണ്ടെന്നാണ് വിശ്വാസികൾ പറയുന്നത്. എന്നാൽ ഇത് ഈ പ്രദേശം കൈവശ ഭൂമി ആയതുകൊണ്ട് തന്നെ ഇവിടെ ആർക്കും പട്ടയമില്ലാത്ത ഭൂമിയാണ്. ഇത് വനംവകുപ്പിന്റെ ഭൂമിയാണെന്നാണ് വനംവകുപ്പ് അധികൃതർ പറയുന്നത്. എന്തായാലും ഈ കുരിശ് പൊളിച്ചു നീക്കിയ ഒരു നടപടിയിൽ വ്യാപകമായ ഒരു പ്രക്ഷോഭമാണ് വിശ്വാസികൾ ഉയർത്തുന്നത്. കാരണം വിശ്വാസികൾ പള്ളിയിലും ഈ കുരിശ് പൊളിച്ച സ്ഥലത്തെല്ലാം ചേർന്ന് തന്നെ ഒരു പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. നാളെ ഇത് പള്ളിയിലെ വിശ്വാസികൾ ഒത്തുകൂടി നാളെ തന്നെ ഇതിന് തുടർ നടപടികൾ എന്ത് വേണമെന്നുള്ള ഒരു കാര്യത്തിൽ വിശ്വാസികൾ നാളെ തന്നെ ഒത്തുകൂടുമെന്നാണ് ഇവിടെ പള്ളിയിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ കുരിശ് പൊളിച്ചു നീക്കിയതിൽ വ്യാപകമായ ഒരു പ്രക്ഷോഭം തന്നെയാണ് ഇവിടെ ഉയരുന്നത്. സോം, സാഗർ, ഇതിനു മുൻപ് നമുക്കറിയാം ഇടുക്കിയിൽ തന്നെ ഏതാനും ആഴ്ചകൾക്ക് മുൻപുണ്ടായ സംഭവം സജിത് ജോസഫ് എന്ന ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ കുറിച്ചായിരുന്നു അന്ന് പൊളിച്ചു നീക്കിയതെങ്കിൽ അത് സഭയൊന്നും ആ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നില്ല. ക്രൈസ്തവ വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് കാര്യമായ പ്രതികരണമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ ഒരു പള്ളിയുടെ കൈവശ ഭൂമിയിലാണ് ഈ കുരിശ് സ്ഥാപിച്ചതെന്ന് വിശ്വാസികൾ പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ഈ പള്ളിയുടെ, ഈ തൊമ്മൻകുത്തിലെ പള്ളിയുടെ അധീനതയിലുള്ള സ്ഥലമാണോ? ഇത് കാലാകാലങ്ങളായി ഈ ഇടവക വിശ്വാസികളുടെ നിയന്ത്രണത്തിലുള്ള സ്ഥലമാണോ ഇത്? ടോം, ഈ പരുന്തുംപാറയിൽ, ഇടുക്കി പരുന്തുംപാറയിൽ കഴിഞ്ഞ തവണ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പരുന്തുംപാറയിൽ കയ്യേറ്റ ഭൂമിയിലാണ് ഈ സജിത്ത് ജോസഫ് എന്നയാൾ അന്ന് കുരിശ് സ്ഥാപിച്ചത്. അത് തീർച്ചയായിട്ടും ഈ കയ്യേറ്റം സംരക്ഷിക്കാനുള്ള ഒരു മറയായിട്ടാണ് അന്ന് കുരിശ് സ്ഥാപിച്ചത്. അതിന് സഭയുമായോ മറ്റാരുമായോ ഒരു ബന്ധമില്ലായിരുന്നു. ഈ സജിത്ത് ജോസഫ് എന്ന വ്യക്തിയാണ് ആ കുരിശ് സ്ഥാപിച്ചത്. അത് കയ്യേറ്റ ഭൂമിയിലാണെന്ന് വ്യക്തമായതുമാണ്. അപ്പൊ ആ ഒരു കയ്യേറ്റം മറയാക്കുവാനായി, ഈ കയ്യേറ്റം സംരക്ഷിക്കുവാനായാണ് അന്ന് ഒരു കുരിശ് സ്ഥാപിച്ചതും അത് റവന്യൂ അധികൃതരെത്തി ആ കുരിശ് പൊളിച്ചു കളഞ്ഞതും. അതിൽ വിശ്വാസികളോ ഇല്ല മറ്റാരും യാതൊരു പ്രതിഷേധവും ഉയർത്തിയിരുന്നില്ല. എന്നാൽ ഇത് അത്തരം ഒരു സാഹചര്യമല്ല ഇവിടെ നിലനിൽക്കുന്നത്. ഇത് ഈ തൊമ്മൻകുത്തിലുള്ള സെന്റ് തോമസ് പള്ളിയാണ്. തൊമ്മൻകുത്തിലുള്ള വലിയൊരു പള്ളിയാണ് സെന്റ് തോമസ് പള്ളി. ഈ സെന്റ് തോമസ് പള്ളിയാണ് ഈ പള്ളിയുടെ കീഴിലുള്ള ഇടവക അംഗങ്ങൾ എല്ലാവരും കൂടിയാണ് ഇന്നലെ ഒരു റാലി അവിടത്തേക്ക് ഈ വിശ്വാസികൾ എല്ലാവരും കൂടി ചേർന്ന് ഇന്നലെ ഈ കുരിശ് ഈ സ്ഥലത്ത് സ്ഥാപിച്ചത്. ഇവിടെ ഒരു പുതിയ റോഡിന്റെ പണി നടക്കുന്നുണ്ട്. അതായത് നെയ്ശ്ശേരി പുതിയൊരു വണ്ണപ്പുറത്തേക്ക് കടന്നു പോകുന്ന ഒരു റോഡ് പണി നടക്കുന്നുണ്ട്, നിർമ്മാണം നടക്കുന്നുണ്ട്. ഈ നിർമ്മാണം നടക്കുന്ന ഈ ഭൂമിയോട് ചേർന്ന് തന്നെയാണ് ഈ കുരിശ് സ്ഥാപിച്ചത്. ഈ നിർമ്മാണം നടക്കുന്ന വേളയിൽ തന്നെ ഈ വനം വകുപ്പ് അധികൃതർ ഈ റോഡ് നിർമ്മിക്കുവാൻ തന്നെ വ്യാപകമായ ഒരു തടസ്സവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ റോഡ് നിർമ്മാണം നടത്തുവാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഫോറസ്റ്റ് അധികൃതർ നിലപാടെടുത്തിരുന്നു എന്നടക്കം ഇപ്പോൾ ഈ പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ റോഡിനോട് ചേർന്നാണ് വർഷങ്ങളായി കൈവശം ഇരിക്കുന്ന ഒരു ഭൂമി 5 സെന്റ് സ്ഥലം ഒരാൾ പള്ളിക്ക് 5 വർഷം മുമ്പ് എഴുതി കൊടുത്തത്. അതിന് കൃത്യമായ രേഖ ഉണ്ടെന്നാണ് വിശ്വാസികളടക്കം ഇവിടെ പറയുന്നത്. ആ ഭൂമിയിലാണ്
ഇന്നലെ ഈ പള്ളിയുടെ കീഴിൽ, ഈ സെന്റ് തോമസ് പള്ളിയുടെ കീഴിലുള്ള ഇന്നലെ ഈ കുരിശ് സ്ഥാപിച്ചത്. ഇതിന്റെ വെഞ്ചിരിപ്പ് കർമ്മം അടക്കം ഇന്നലെ തന്നെ കഴിഞ്ഞിരുന്നു. ഈ കുരിശാണ് ഇന്ന് രാവിലെ കാളിയാർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എത്തി പൊളിച്ചു നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്ന് രാവിലെ വന്ന് ഇവർ കുരിശ് പൊളിച്ചു നീക്കി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇടുക്കിയിൽ വ്യാപകമായി പലയിടത്തും കുരിശുകൾ ഇങ്ങനെ സ്ഥാപിക്കുന്നുണ്ടെങ്കിലും ഇതൊരു കയ്യേറ്റ ഭൂമിയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇവിടെ എല്ലാം കൈവശ ഭൂമിയാണ്, പലരും കൈവശത്തിരിക്കുന്ന ഭൂമിയാണ് ഇവിടെ ഉള്ളത്. കൃത്യമായി ഇതിന്റെ പട്ടയം കാര്യങ്ങളെ കുറിച്ചെല്ലാം വ്യക്തത വരേണ്ടതുണ്ട്. എന്നാൽ ഇതിന് ഈ കുരിശ് ഇന്നലെ സ്ഥാപിച്ച ഈ സ്ഥലത്തിന് വ്യക്തമായ രേഖകളില്ല, ഇതിന് പട്ടയമില്ല, ഇത് വനം വകുപ്പിന്റെ അധീനതയിലുള്ള ഭൂമിയാണെന്നുള്ളൊരു കാരണം പറഞ്ഞാണ് ഇപ്പോൾ ഫോറസ്റ്റ് അധികൃതർ ഈ കുരിശ് പൊളിച്ചു നീക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു കുരിശ് പൊളിച്ചു നീക്കിയ ഒരു സംഭവത്തിൽ വിശ്വാസികൾ വ്യാപകമായ ഒരു പ്രതിഷേധത്തിന് തന്നെ പരിശോധിക്കേണ്ട വിഷയമാണ്. കാരണം ഇവിടെ കൈവശ ഭൂമിയിലാണ് തൊമ്മൻകുത്തിലെ സെന്റ് തോമസ് പള്ളി അധികൃതർ, പള്ളിയിലെ വിശ്വാസികൾ കുരിശ് സ്ഥാപിച്ചത്. പക്ഷെ എന്തുകൊണ്ടായിരിക്കാം വനംവകുപ്പ് ഈ കുരിശ് പൊളിച്ച് നീക്കിയത് തുടങ്ങിയ കാര്യം പരിശോധിക്കേണ്ടതാണ്. ഒരുപക്ഷെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് വരെയും കാരണമാകാവുന്ന നടപടിയാണ് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.